മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കാണുന്ന ഫോർമുല പറയും. മൊത്ത ഗ്രോസ് ആഭ്യന്തര ഡൊമസ്റ്റിക് ഉൽപ്പന്നം എന്ന് വെച്ചാല് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മൈനസ് ഇൻഡയറക്ട് ടാക്സ്, നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. കറക്റ്റ് ആണ്, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഉം. ഗ്രോസ് എന്താ? ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഫാക്ടർ കോസ്റ്റ് കാണുമ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്ന് പറയുന്നത്. ഇത് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, രണ്ട് രീതി മാർക്കറ്റ് കണ്ടുപിടിക്കുന്നു പറഞ്ഞില്ലേ. പ്രൈസ് ഓ മാർക്കറ്റ് പ്രൈസ് മൈനസ് മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്നുവെച്ചാൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കറ്റ് പ്രൈസ് മൈനസ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. നെറ്റ് അപ്പൊ അതിനകത്ത് ഇൻഡയറക്ട് ടാക്സ്. ഏതാന്നുള്ളത് എടുത്തു പറയണമല്ലോ. ആ ഓക്കെ, ആ ഓക്കെ. ഞാൻ ഇങ്ങനെ പറയണമായിരുന്നില്ലേ ഫാക്ടർ കോസ്റ്റ്. ഫാക്ടർ കോസ്റ്റും മാർക്കറ്റ് പ്രൈസ്. ഇപ്പൊ മാർക്കറ്റ് പ്രൈസ് ആണ് കണ്ടുപിടിക്കുന്നെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഫാക്ടർ കോസ്റ്റിന്റെ കൂടെ നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കൂട്ടിയാൽ മതി. ഓക്കെ. GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടു? മൊത്തം ദേശീയ ഉൽപ്പന്നം ഇല്ലയോ, അത് കാണുന്നത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പ്ലസ് എന്തായിരുന്നു, പ്ലസ് പിന്നെ എന്ത്, അയ്യോ ആ ആഭ്യന്തര ഉൽപ്പന്നത്തിന്റെ കൂടെ എന്ത് കൂട്ടിയാൽ മതി? വിദേശത്തു നിന്നുള്ളത് കൂട്ടിയാൽ പോരെ. വിദേശത്തു നിന്നുള്ള ആ ഒരു ഇൻകം, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് കൂട്ടി. ഓക്കെ, ഇനി അറ്റ ദേശീയ ഉൽപ്പന്നം, അറ്റ ആഭ്യന്തര ഉൽപ്പന്നം NDP എങ്ങനെ കാണും? NDP അതും ഇത് തന്നെ അല്ല, അതിനകത്ത് GDP ഈ തേയ്മാന ചെലവ് കുറയ്ക്കുന്നതല്ലേ. അതെ അതെ, GDP മൈനസ് തേയ്മാന ചെലവ് കുറയ്ക്കുന്നത്. GDP മൈനസ് ഡിപ്രിസിയേഷൻ അത്രേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് NNP യും GNP മൈനസ് ഡിപ്രിസിയേഷൻ അത്ര. ഇനി അടുത്തത് പ്രതിശീർഷ വരുമാനം എങ്ങനെ കാണും? ദേശീയ വരുമാനത്തിൽ നിന്ന് ജനസംഖ്യ. ദേശീയ വരുമാനം ആകെ ജനസംഖ്യ. അതെ അതെ. ഈ ദേശീയ വരുമാനം എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? എന്തായിരുന്നു ദേശീയ വരുമാനം? ആകെ ദേശീയ തലത്തിൽ ആകെ ഉൽപ്പാദിപ്പിക്കുന്ന, അതായത് ആകെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും പ്രോഡക്റ്റ് ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ എന്തായിരുന്നു നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് ഫാക്ടർ കോസ്റ്റ് ആണ് കേട്ടോ. ദേശീയ വരുമാനം എന്ന് പറയുന്നത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ദേശീയ ഉൽപ്പന്നം അറ്റ് ഫാക്ടർ കോസ്റ്റ് ആണ്. ഇനി ഫാക്ടർ കോസ്റ്റ് കണ്ടുപിടിക്കുന്നുണ്ടല്ലോ. ഫാക്ടർ കോസ്റ്റ് ഇല്ല. ഫാക്ടർ കോസ്റ്റ് എന്ന് പറയാൻ എന്താണ് ഫാക്ടർ കോസ്റ്റ്? വിപണിയിൽ എത്തിക്കഴിയുമ്പോഴുള്ള മൂല്യം. നമുക്ക് ഇവർക്ക് ഉൽപാദന ഘടകങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം അഥവാ ഉൽപാദന ചെലവെന്നും പറയാം. ഓക്കെ, ഉൽപാദന ഘടകങ്ങൾക്കുള്ള വരുമാനം എന്നും പറയാം, ഉൽപാദന ഘടകങ്ങളുടെ ചെലവെന്നും പറയാം. ഓക്കെ, അതാണ് ഫാക്ടർ കോസ്റ്റ്. രാഷ്ട്രീയ തന്നെ എന്താ അറിയാമോ, മാർക്കറ്റ് പ്രൈസ് ആണ്, വിപണിയിൽ എത്തിയിട്ടുള്ള മൂല്യമാണ് മാർക്കറ്റ് പ്രൈസ്. അതിനകത്ത് എന്ത് ഉൾപ്പെടുന്നുണ്ട്? അതിനകത്ത് ടാക്സ് ഉൾപ്പെടുന്നുണ്ട്. ഇതിനകത്ത് എന്തേ ഉള്ളൂ? ഉൽപാദക ഘടകങ്ങളുടെ ചെലവ് അല്ലെങ്കിൽ വരുമാനം. അതെ. ഓക്കെ, അടുത്തത് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എങ്ങനെ കണ്ടിരിക്കുന്നത്? ഇൻഡയറക്ട് ടാക്സിന് സബ്സിഡി കുറച്ചാൽ മതി. നെറ്റ് ഇൻഡയറക്ട് ടാക്സ് അറ്റ പരോക്ഷ നികുതി. അതിൽ നിന്ന് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഉണ്ടാവുന്ന നഷ്ടങ്ങളും കുറച്ചാൽ മതി. ഇപ്പം സർക്കാരിന് സബ്സിഡി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നഷ്ടമല്ലേ, അപ്പൊ അതൊരു എക്സ്പെൻസ് ആയിട്ട് കൂട്ടുക. എക്സ്പെൻസ് ഒക്കെ കുറച്ച് നെറ്റ് എന്നുള്ളത് കിട്ടും. അല്ലെങ്കിൽ അത് ഗ്രോസ് ആണ്, ഗ്രോസിൽ നിന്ന് ഈ എക്സ്പെൻസ് ഒക്കെ കുറയ്ക്കുമ്പോൾ നമുക്ക് നെറ്റ് എന്നുള്ളത് കിട്ടും. അപ്പൊ നെറ്റ് ഇൻഡയറക്ട് ടാക്സിന് എന്ത് കുറച്ചാൽ മതി? നെറ്റ് ഇൻഡയറക്ട് ടാക്സ് കിട്ടാൻ എന്ത് നോക്കിയാൽ മതി? ഇൻഡയറക്ട് ടാക്സ് ചെയ്ത് സബ്സിഡി സബ്സിഡി എത്ര ഉള്ളൂ. ഓക്കെ, ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ, പിന്നെ ഉപഭോഗം, പിന്നെ വിതരണം. ഉൽപാദനം, ഉപഭോഗം, വിതരണം. പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ. ഫാക്ടർ പേയ്മെന്റ്സ് അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് അല്ലെങ്കിൽ ഘടക വരുമാനം എന്തൊക്കെയായിരുന്നു?
എന്തൊക്കെയായിരുന്നു ഘടകം? ഇപ്പൊ പറഞ്ഞേ വരുമാനം ഉള്ളൂ. അതോ 4 വരുമാനമാണ് അതെ ഇപ്പൊ അല്ലെങ്കിൽ പറഞ്ഞേ ഉള്ളൂ. ഉൽപാദന ഈ ഘടകങ്ങൾക്ക് വരുന്ന പാട്ടം ഘടകമില്ലേ? പലിശയൊക്കെ അല്ലേ? പാട്ടം പലിശ, പാട്ടം. വേറെ ഏതൊക്കെയായിരുന്നു? വേതനം, പലിശ, ലാഭം. വേതനം, പലിശ, ലാഭം. ഇതൊക്കെയാണ് ഫാക്ടർ പേയ്മെന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് ഘടക ചെലവ്. ഇനി ചാക്രിക പ്രവാഹം എന്ന് പറഞ്ഞായിരുന്നു. ഒരു സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന ചാക്രിക പ്രവാഹം. ഈ ഉൽപാദന മേഖല ഗാർഹിക മേഖലയിൽ നിന്ന് ഉപയോഗിക്കുന്നു, പിന്നെ അവരിപ്പോ അതിന് പ്രതിഫലം കൊടുക്കുന്നു, ആ പ്രതിഫലം കൊണ്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു, ചാക്രിക പ്രവാഹം. അത് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയാവോ? 2 തരത്തിലോ? 2 തരം ചാക്രിക പ്രവാഹം ഉണ്ട്. ഏതൊക്കെയാ? 2 മേഖലകളുണ്ട്. ഉൽപാദന മേഖലയുണ്ട്, ഗാർഹിക മേഖലയുണ്ട്. 2 മേഖല. ഗാർഹിക മേഖല എന്ന് പറയുന്നത് എന്താണ്? ഈ ഉൽപാദന ഘടകങ്ങളാണ്. അപ്പോ ഈ ഉൽപാദന മേഖല ഈ ഗാർഹിക മേഖലയുടെ ഈ ഉൽപാദന ഘടകങ്ങളെ ഉപയോഗിക്കുന്നു. അതിന് ഫലമായിട്ട് അവരെന്ത് കൊടുക്കും? പ്രതിഫലം കൊടുക്കും. ആ പ്രതിഫലം കൊണ്ട് ഈ ഉൽപാദന മേഖല ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഇവര് വാങ്ങും. അങ്ങനെയാണല്ലോ സൈക്ലിക് ഫോമിൽ പോകുന്നത്. അപ്പൊ ഇത് 2 തരം പ്രവാഹമാണ്. പണപ്രവാഹമാണ്, യഥാർത്ഥ പ്രവാഹം. പണപ്രവാഹം മണി ഫ്ലോ, യഥാർത്ഥ പ്രവാഹം റിയൽ ഫ്ലോ. ഈ പണപ്രവാഹം എന്ന് പറഞ്ഞാൽ ഈ പ്രതിഫലമായിട്ടൊക്കെ കൊടുക്കുന്നില്ലേ, പൈസയായിട്ട് പോകുന്നതാണ് പണപ്രവാഹം, പണമൂല്യമായിട്ട് പോകുന്നത്. പിന്നെ സാധനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ ആയിട്ട് പോകുന്നതാണ് എന്ത്? യഥാർത്ഥ പ്രവാഹം, റിയൽ ഫ്ലോ. ഈ നമുക്ക് തൊടാനും ഉപയോഗിക്കാനും ഒക്കെ കഴിയുന്ന സാധനങ്ങളെ സേവനങ്ങളെയൊക്കെ പറയുന്നത് റിയൽ എന്നായിരിക്കും കേട്ടോ. റിയൽ അക്കൗണ്ട് കേട്ടിട്ടുണ്ടോ? യഥാർത്ഥ, അങ്ങനെ ആ വാക്കുകളായിരിക്കും ഇനി അങ്ങോട്ടൊക്കെ വരിക കേട്ടോ. മോണിറ്ററി ആയിട്ട് വരുന്നത് മണി ഫ്ലോ, ഇങ്ങനെ സാധനങ്ങളും സേവനങ്ങളായിട്ട് വരുന്നത് റിയൽ ഫ്ലോ. ഓക്കെ, ദേശീയ വരുമാനം കണക്കാക്കാൻ 3 രീതികളുണ്ടെന്നോ? ഏതൊക്കെയായിരുന്നു? ഉൽപ്പന്ന രീതി, വരുമാന രീതിയും ചെലവ് രീതിയും. ചെലവ് രീതി. ഓക്കെ, ഉൽപ്പന്ന രീതിയിൽ എങ്ങനെയാണ് ദേശീയ വരുമാനം കാണുന്നത്? ഉൽപ്പന്ന രീതി കാണുന്നത് അതെ, അന്തിമ സാധന സേവനങ്ങളുടെ മൂല്യമാണ് ഉൽപ്പന്ന രീതിയിൽ കണക്കാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ദേശീയ വരുമാനം കണക്കാക്കാനായിട്ട് സാധന സേവനങ്ങളുടെ മൊത്തം വാർഷിക മൂല്യം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി. ഓക്കെ, ഇനി വരുമാന രീതി എങ്ങനെയായിരുന്നു? വരുമാനം ഈ പ്രതിഫലത്തിന്റെ അതെ, ഉൽപാദന ഘടകങ്ങളുടെ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 4 ഉൽപാദന ഘടകങ്ങളിൽ ഏതൊക്കെയാ? ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ആ പ്രതിഫലങ്ങളുണ്ടല്ലോ. അപ്പൊ ഈ 4 ഉൽപാദന ഘടകങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണ്ടെത്തുന്ന രീതിയാണ് വരുമാന രീതി. പറയുമ്പോ തന്നെ അറിയാലോ, വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ. ഓക്കെ, ഇനി ചെലവ് രീതി. ചെലവ് രീതി എങ്ങനെയായിരുന്നു? ഈ ചെലവിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നു. അതെ അതെ, സമ്പദ് വ്യവസ്ഥയിലെ അന്തിമ ചെലവിന്റെ കേട്ടോ, അവസാനത്തെ ചെലവിന്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ചെലവ് രീതി. ഇതിനകത്ത് ഫൈനൽ എക്സ്പെൻഡിച്ചർ എടുത്തു പറയാൻ കാരണം എന്താണ്? ഒരു സാധനത്തിന്റെ സേവനത്തിന്റെ ഉൽപാദനത്തിന്റെ ഇടയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്റർമീഡിയറ്റ് ഗുഡ്സ് വരുന്ന പോലെ ഇതിന്റെ ഇടയ്ക്കൊക്കെ ചെലവുകൾ ഉണ്ടാവുമല്ലോ. അതെല്ലാം എടുക്കുകയാണെങ്കിൽ ഡബിൾ കൗണ്ടിങ് ആയിപ്പോകും. അതുകൊണ്ട് ഏറ്റവും അവസാനത്തെ ചെലവ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അതേപോലെ ഉൽപ്പന്ന രീതിയിലും എന്താണ്? അന്തിമ സാധന സേവനങ്ങളുടെ മൂല്യം മാത്രമേ എടുക്കുകയുള്ളൂ. ഇതിന്റെ ഇടയിൽ വരുന്ന ആ പ്രൊഡക്ഷന്റെ ഇടയിൽ വരുന്ന കോസ്റ്റ് ഒന്നും ഇതിന്റെ ഇടയിൽ എടുക്കൂല. ഓക്കെ, ഇനി മൊത്തം ആഭ്യന്തര ചെലവ് കാണാനുള്ള ഒരു ഫോർമുല ഉണ്ട്, അറിയാവോ? പറയാവേ. സ്വകാര്യ അന്തിമ ഉപഭോഗ ചെലവ്, ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, പ്ലസ്
ഗ്രോസ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മൂലധന ചെലവ് ഉണ്ടാവില്ല, മൊത്തം സ്ഥിര മൂലധന ചെലവ് പ്ലസ് ഗവൺമെന്റിന്റെ അന്തിമ ഉപഭോഗ ചെലവ്, ഗവൺമെന്റിന്റെ ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ പ്ലസ് അറ്റ കയറ്റുമതി നെറ്റ് എക്സ്പോർട്ട്, ഇതെല്ലാം കൂടി ചേരുന്നതാണ് മൊത്തം ആഭ്യന്തര ചെലവ്. ഏതൊക്കെയാണ്? സ്വകാര്യ അന്തിമ ഉപഭോഗ ചെലവ്, മൊത്തം സ്ഥിര മൂലധന ചെലവ്, ഗവൺമെന്റിന്റെ അന്തിമ ഉപഭോഗ ചെലവ് പ്ലസ് നെറ്റ് എക്സ്പോർട്ട്, അറ്റ കയറ്റുമതി. ഇതെല്ലാം ചേരുന്നതാണ് മൊത്തം ആഭ്യന്തര ചെലവ് എന്ന് പറയുന്നത്. വേറെന്തെങ്കിലും പറഞ്ഞായിരുന്നു? എന്തോ GDP ഉൾപ്പെടാത്ത പണേതരമായിട്ടുള്ള ഇടപാടുകൾ ഏതൊക്കെയായിരുന്നു? GDP ഉൾപ്പെടാത്ത അത് ഈ വീട്ടുജോലി പണം കൊണ്ട് അളക്കാൻ പറ്റാത്ത ഏതാ? വീട്ടുജോലി കാര്യങ്ങളാണോ? അതെ വീട്ടുജോലി ചേച്ചി പിന്നെ പറയാത്ത എന്താ? വീട്ടിലെ നമ്മുടെ ഉൽപാദനം. പോലുള്ളവരുടെ സേവനങ്ങൾ, വീട്ടമ്മമാരുടെ സേവനങ്ങൾ, ബാർട്ടർ ഇടപാടുകൾ, പണം ഉപയോഗിക്കാതെ നടത്തുന്ന കൈമാറ്റ ഇടപാടുകൾ, അതും പിന്നെ വീട്ടമ്മമാരുടെ സേവനങ്ങളൊക്കെ GDP ഉൾപ്പെടുത്തുന്നില്ല. ഓക്കെ, അതൊന്നും ഓർക്കുന്ന കൂടിയില്ല എന്താ ചേച്ചി അതൊന്നും ഓർക്കുന്ന കൂടിയില്ല. ചേച്ചി അത് പറയണമായിരുന്നു. നമ്മളെ മാത്രമേ ഉള്ളൂ. ഫാനിന് ഭയങ്കര സൗണ്ട്, അതാണോ? ഞാൻ കേൾക്കാവോ? കേൾക്കുന്നില്ലേ? എനിക്ക് എന്റെ ഫോണിൽ നിന്നാണോ? അല്ല, എന്റെ ഫോണ്. എനിക്കിവിടെ ഫാനിന് ഭയങ്കര സൗണ്ട്. ഫാനിടാതിരിക്കാനും പറ്റുന്നില്ല. എന്റെ ഫോണിൽ നിന്ന് വോയിസ് ഉണ്ടോ? അല്ലെന്ന്, എന്റെ സൗണ്ട് അന്ന് എന്റെ തന്നെ എനിക്ക് സൗണ്ട്, അതുകൊണ്ട് ക്ലാസ് അത്ര ചിലത് കേൾക്കാൻ പറ്റുന്നില്ല എനിക്ക്, അതാ പറഞ്ഞു. പോയി. അവിടുത്തെ ഫാൻ ഇവിടെ കേൾക്കുന്നില്ല. ഇല്ലല്ലോ. ഓക്കെ. ഇല്ല. ഓക്കെ, ഇയർഫോൺ എടുത്ത് വെക്ക്. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി വേറെ ആരും വരുന്നില്ല എന്നാണോ? എന്നാ ഞാൻ വായിക്കട്ടെ, ക്ലാസ് വായിക്കട്ടെ. ഇന്നത്തെ വായിക്കട്ടെ. ഓക്കെ, സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവുമാണ്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വർധനവാണ് സാമ്പത്തിക വളർച്ച. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വർധനവാണ് സാമ്പത്തിക വളർച്ച. നടപ്പു വർഷത്തിൽ ഒരു രാജ്യത്തിന്റെ ആകെ ഉൽപാദനത്തിൽ മുൻ വർഷത്തെ അപേക്ഷിച്ചുണ്ടാകുന്ന വർധനവാണ് സാമ്പത്തിക വളർച്ച. അപ്പൊ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ഉണ്ടാകുന്ന ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന വളർച്ചയെ നമുക്ക് എന്ത് പറയാം? സാമ്പത്തിക വളർച്ച എന്ന് പറയാം. സാമ്പത്തിക വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക വളർച്ച പ്ലസ് ജീവിത ഗുണനിലവാരത്തിലുള്ള ഉയർച്ച. അപ്പൊ സാമ്പത്തികമായിട്ട് മാത്രം വളർന്നാൽ മതിയോ? ചുറ്റുമുള്ള എല്ലാ രീതിയിലും നമ്മൾ വളരണമല്ലോ, അതാണ് വികസനം എന്ന് പറയുന്നത്. അപ്പൊ ജീവിത ഗുണനിലവാരത്തിലുള്ള ഉയർച്ചയും കൂടി ആകുമ്പോഴേ എന്തുണ്ടാകുന്നുള്ളൂ? സാമ്പത്തിക വികസനം ഉണ്ടാകുന്നത്. മുൻ വർഷത്തെ അപേക്ഷിച്ച് നടപ്പു വർഷം ദേശീയ വരുമാനത്തിലുണ്ടായ വർധനവിന്റെ നിരക്കാണ് സാമ്പത്തിക വളർച്ചാ നിരക്ക്. ഇനി വളർച്ചാ നിരക്ക് കാണിക്കുന്ന 4 വികസന സൂചികകളുണ്ട്. അറിയാലോ 4 വികസന സൂചികകൾ ഏതൊക്കെയാണ്? പ്രതിശീർഷ വരുമാനം, ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, മാനവ വികസന സൂചിക, മാനവ സന്തോഷ സൂചിക. അപ്പൊ വികസന സൂചികകൾ ഏതൊക്കെയാണ്? പ്രതിശീർഷ വരുമാനം, ജീവിത നിലവാര സൂചിക, ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, മാനവ സന്തോഷ സൂചിക. അല്ലല്ല, ഓരോ സൂചികകളില്ലേ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, പിന്നെ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി പ്രതിശീർഷ വരുമാനം നമ്മൾ പറഞ്ഞായിരുന്നു. പ്രതിശീർഷ വരുമാനം വികസന സൂചികകളിൽ ഏറ്റവും ലളിതമായിട്ടുള്ളൊരു രീതിയാണ്. ഇതൊരു പരമ്പരാഗത വികസന സൂചികയാണ്. ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു കിട്ടുന്ന സംഖ്യയാണ് പ്രതിശീർഷ വരുമാനം. ദേശീയ വരുമാനത്തിന്റെ വളർച്ചാ നിരക്ക് ജനസംഖ്യാ വളർച്ചാ നിരക്കിനേക്കാൾ കൂടിയിരുന്നാൽ മാത്രമേ പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളൂ. ഓക്കെ, അപ്പൊ പ്രതിശീർഷ വരുമാനം നേരത്തെ പറഞ്ഞാണ്. വികസന സൂചികകളിൽ ഏറ്റവും ലളിതമായതാണ്, പരമ്പരാഗത വികസന സൂചികയാണ്. ദേശീയ വരുമാനത്തെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു കിട്ടുന്നതാണ് പ്രതിശീർഷ വരുമാനം. ഇത് കൂടിയിരുന്നാൽ മാത്രമേ, എന്ന് വെച്ചാൽ ജനസംഖ്യയേക്കാൾ ദേശീയ വരുമാനം കൂടിയിരുന്നാൽ മാത്രമേ പ്രതിശീർഷ വരുമാനം കൂടുകയുള്ളൂ. ഇനി അടുത്താണ് ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക ഇത് പ്രയോഗത്തിൽ വന്ന വർഷം 1979 ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക പ്രയോഗത്തിൽ വന്ന വർഷം 1979.
ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക വികസിപ്പിച്ചത് ആരാണ്? മോറിസ് ഡേവിസ് മോറിസ് ആണ്. ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക വികസിപ്പിച്ചത് മോറിസ് ഡേവിസ് മോറിസ് ആണ്. ഭൗതിക ജീവിത ഗുണനിലവാര സൂചിക മാനദണ്ഡമാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രതീക്ഷിത ആയുർദൈർഘ്യം, ശിശു മരണനിരക്ക്, അടിസ്ഥാന സാക്ഷരത. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് നിലവിൽ വന്നത് 1979-ലാണ്. ഇത് വികസിപ്പിച്ചത് മോറിസ് ഡേവിസ് മോറിസ് ആണ്. ഇത് കണ്ടെത്താനായിട്ട് മാനദണ്ഡമാക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? പ്രതീക്ഷിത ആയുർദൈർഘ്യം, ശിശു മരണനിരക്ക്, അടിസ്ഥാന സാക്ഷരത. ഇനി അടുത്തതാണ് മാനവ വികസന സൂചിക, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. മാനവ വികസനം മാനദണ്ഡമാക്കിയുള്ള സാമ്പത്തിക വികസനമാണിത്. മാനവ വികസനം എന്ന ആശയത്തെ ഐക്യരാഷ്ട്ര വികസന പരിപാടി UNDP നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? മാനവ വിഭവശേഷി മെച്ചപ്പെടുത്തുന്നതിന് ജനങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ വിപുലപ്പെടുത്തുന്ന പ്രക്രിയ. അപ്പൊ മാനവ വികസനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? മാനവ വിഭവശേഷി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മെച്ചപ്പെടുത്താനായിട്ട് ജനങ്ങൾക്ക് കിട്ടുന്ന അവസരത്തിനെയാണ് എന്ന് പറയുന്നത് മാനവ വികസനം. അപ്പൊ അത് ഏതൊക്കെയായിരിക്കും അവസരങ്ങൾ? വിദ്യാഭ്യാസം, നല്ല അടിസ്ഥാന സൗകര്യങ്ങള്, ഇല്ലേ? ഇതെല്ലാം ആയിരിക്കുമല്ലോ. കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ആ ഹ്യൂമൻ സ്കില്ല് അതെല്ലാം കൂട്ടാനായിട്ട് നമുക്ക് എന്തൊക്കെ അവസരങ്ങൾ കിട്ടുന്നു, ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനെയാണ്, പക്ഷെ ആ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിനാണ് മാനവ വികസനം എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? പ്രതിശീർഷ വരുമാനം ഉണ്ടാവുന്നത്, സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും. സാക്ഷരത, വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമാണല്ലോ. അപ്പൊ മൊത്ത സ്കൂൾ പ്രവേശന നിരക്ക്. ആയുർദൈർഘ്യം ഏതൊക്കെയാണ്? പ്രതിശീർഷ വരുമാനം, സാക്ഷരതയും മൊത്ത സ്കൂൾ പ്രവേശന നിരക്കും, ആയുർദൈർഘ്യം. മാനവ വികസന സൂചികയുടെ മൂല്യം 0-നും 1-നും ഇടയിലാണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 0 തൊട്ട് 1 വരെയാണ്. 0 സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും? വളരെ മോശം, ഒട്ടും വികസനമില്ലായ്മ. 1 സൂചിപ്പിക്കുന്നത് എന്തായിരിക്കും? ഏറ്റവും ഉയർന്ന വികസനം. സൂചികയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങളെ എത്ര വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്? 4 വിഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. അതിന്റെ ഇത് പറയുവാണേ, 4 ക്ലാസ് പറയുവാണേ. 0.8 മുതൽ 1 വരെയാണെങ്കിൽ വളരെ ഉയർന്ന മാനവ വികസനം. 0.7 മുതൽ 0.799 വരെയാണെങ്കിൽ ഉയർന്ന വികസനം. 0.550 മുതൽ 0.699 വരെയാണെങ്കിൽ ഇടത്തരം മാനവ വികസനം. 0.550 താഴെയാണെങ്കിൽ താഴ്ന്ന മാനവ വികസനം. ഒന്നുകൂടി പറയാം. 0.8 മുതൽ 1 വരെയാണെങ്കിൽ എന്താണ്? വളരെ ഉയർന്ന മാനവ വികസനം. 0.7 മുതൽ 0.799 വരെയാണെങ്കിൽ ഉയർന്ന മാനവ വികസനം. 0.550 മുതൽ 0.699 വരെയാണെങ്കിൽ ഒരു ഇടത്തരം മാനവ വികസനം. 0.550 താഴെയാണെങ്കിൽ താഴ്ന്ന മാനവ വികസനം. ഓരോ വർഷവും മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് ആരായിരിക്കും? ഐക്യരാഷ്ട്ര വികസന പരിപാടിയാണ് UNDP, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പം ഓരോ വർഷവും മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന ആരാണ്? ഐക്യരാഷ്ട്ര വികസന പരിപാടിയാണ്. ഇത് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം, മാനവ വികസന റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1990-ആണ്. ഒരു രാജ്യത്തിലെ മനുഷ്യരുടെ സമഗ്ര പുരോഗതിയെ സൂചിപ്പിക്കുന്ന അളവുകോലാണ് മാനവ വികസന സൂചിക. ഒരു രാജ്യത്തെ മനുഷ്യരുടെ സമഗ്ര പുരോഗതി സൂചിപ്പിക്കുന്ന അളവുകോലാണ് മാനവ വികസന സൂചിക. ഒരു രാജ്യത്തെ വികസിതം, വികസ്വരം എന്തെങ്കിലും തരംതിരിക്കുന്നതിന്റെ അളവുകോലും ഏതാണ്? മാനവ വികസന സൂചികയാണ്. അപ്പൊ ഒരു രാജ്യം വികസിതമാണോ, വികസ്വരമാണോ, അവികസിതമാണോ എന്നൊക്കെ പറയുന്നതിന് മാനദണ്ഡമായിട്ടുള്ള അളവുകോൽ ഏതാണ്? മാനവ വികസന സൂചികയാണ്. ഇത് രൂപപ്പെടുത്തിയ ആരാണ് മാനവ വികസന സൂചിക?
ഒരു ഇന്ത്യക്കാരനുണ്ട്, അമർത്യ സെൻ. അമർത്യ സെൻ ഉണ്ട്. പിന്നെ പാകിസ്ഥാന്റെ പിന്നൊരു മെഹബൂബ് ഉൽ ഉൾഹക്ക്. ഹഖ്. അതെ, അപ്പൊ ആരൊക്കെ ചേർന്നാണ്? അമർത്യ സെന്നും പാകിസ്ഥാന്റെ മെഹബൂബ് ഉൽ ഹഖും കൂടി ചേർന്നിട്ടാണ് 1990 കൊണ്ടുവന്നത്. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഘടകങ്ങൾ. അപ്പൊ എന്തൊക്കെ ഘടകങ്ങൾ ഇതിനകത്ത് അടിസ്ഥാനമാക്കുന്നുണ്ടാണ്? ജീവിത നിലവാരം, സാക്ഷരത, സാമ്പത്തിക സ്ഥിതി, ആളോഹരി വരുമാനം, ജനപ്പെരുപ്പം, തൊഴിലവസരങ്ങൾ, ആയുർദൈർഘ്യം. അപ്പൊ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിനകത്ത് നോക്കുന്നത്? ജീവിത നിലവാരം, ജീവിത നിലവാരം നോക്കണം. സാക്ഷരത, സാമ്പത്തിക സ്ഥിതി, ആളോഹരി വരുമാനം, ജനപ്പെരുപ്പം, തൊഴിലവസരങ്ങൾ, ആയുർദൈർഘ്യം. ഇന്ത്യൻ മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ചത് എപ്പോഴാണ്? അറിയാമോ? 1985 സെപ്റ്റംബർ 26 ഇന്ത്യയിലെ മാനവ വിഭവശേഷി മന്ത്രാലയം ആരംഭിച്ചത് 1985 സെപ്റ്റംബർ 26. 2020 മാനുഷിക വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 131. 2020 മാനുഷിക വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 131. 2022 ആയപ്പോഴോ ഒരു സ്ഥാനം കൂടി കൂടിയെന്നല്ല, കുറഞ്ഞു. 132 പുറകോട്ട് പോയി, ഒന്നുകൂടി പറഞ്ഞു. 2023 നമ്മൾ ആ സ്റ്റേജിൽ തന്നെ നിൽക്കുകയാണ്, 132. ഓക്കെ, 2020 131 2022 2023 132. ഓക്കെ, ഒരു രാജ്യത്തിന്റെ വികസനം വിലയിരുത്തേണ്ട ഏറ്റവും ഉയർന്ന മാനദണ്ഡം അവിടുത്തെ ജനങ്ങളും അവരുടെ കഴിവുകളുമായിരിക്കണമെന്നും മറിച്ച് സാമ്പത്തിക വളർച്ചയെ അടിസ്ഥാനപ്പെടുത്തി മാത്രമല്ല വികസനം അളക്കേണ്ടതെന്ന വാദത്തിന് ഊന്നൽ നൽകിയത് മാനവ വികസന സൂചികയാണ്. അപ്പൊ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച മാത്രം കൊണ്ട് നമുക്ക് രാജ്യത്തെ മൊത്തം വികസനം പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരവും അവരുടെ മാനവ വിഭവശേഷിയുടെ വളർച്ചയുമാണ് എന്ന് പറഞ്ഞതാരാണ്? ഊന്നൽ നൽകിയത് മാനവ വികസന സൂചികയാണ്. ഇനി അമർത്യ സെന്നിനെ കുറിച്ചൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ്. അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ച വർഷം 1998. അത് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം എന്ത് കിട്ടി? ഭാരതരത്ന കിട്ടി. 99 ഭാരതരത്ന, 98 നോബൽ സമ്മാനം. അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്ര സംഘടനയുടെ പ്രസിഡന്റ് ആയ ആദ്യ ഇന്ത്യക്കാരനാണ്. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ ചാൻസലർ ആയിരുന്നു. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തി. അമർത്യ സെന്നിന്റെ പ്രധാന പുസ്തകങ്ങൾ എനിക്കാണ്: പോവർട്ടി ആൻഡ് ഫാമിൻ, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ദ ഐഡിയ ഓഫ് ജസ്റ്റിസ്, ഡെവലപ്മെന്റ് ആൻഡ് ഫ്രീഡം. 4 പുസ്തകങ്ങളാണ്: പോവർട്ടി ആൻഡ് ഫാമിൻ, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ദി ഐഡിയ ഓഫ് ജസ്റ്റിസ്, ഡെവലപ്മെന്റ് ആൻഡ് ഫ്രീഡം. അമർത്യ സെന്നിന്റെ പ്രശസ്തമായ ഓർമ്മക്കുറിപ്പാണ് ഹോം ഇൻ ദ വേൾഡ്. അമർത്യ സെന്നിന്റെ പ്രശസ്തമായ ഓർമ്മക്കുറിപ്പാണ് ഹോം ഇൻ ദ വേൾഡ്. 2020 പീസ് പ്രൈസ് ഓഫ് ദി ജർമ്മൻ ബുക്ക് അർഹനായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. സ്പെയിനിന്റെ പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസ് പുരസ്കാരം നേടിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. ഇദ്ദേഹത്തിന് നൊബേൽ സമ്മാനം എന്നാണ് കിട്ടിയത്? നോബൽ പ്രൈസ് 98 സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഏഷ്യക്കാരനാണ്. പിന്നെ ഭാരതരത്ന ലഭിച്ച വർഷം 99. പിന്നെ എന്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു? അന്താരാഷ്ട്ര സാമ്പത്തിക ശാസ്ത്ര സംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്നു. നളന്ദ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ ചാൻസലർ ആയിരുന്നു. പിന്നെന്താ, അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളാണ് പോവർട്ടി ആൻഡ് ഫെമിൻ, ചോയ്സ് ഓഫ് ടെക്നിക്സ്, ദി ഐഡിയ ഓഫ് ജസ്റ്റിസ്, ഡെവലപ്മെന്റ് ആൻഡ് ഫ്രീഡം. പിന്നെ ഇദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പ് ഏതായിരുന്നു? ഹോം ഇൻ ദ വേൾഡ്. പിന്നെ ഇദ്ദേഹത്തിന് 2020 കിട്ടിയതാണ് പീസ് പ്രൈസ് ഓഫ് ദി ജർമ്മൻ ബുക്ക്. പിന്നെ സ്പെയിനിന്റെ പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസ് പുരസ്കാരം. ഓക്കെ, അടുത്തത് മാനവ ദാരിദ്ര്യ സൂചികയാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് മാനവ വികസന സൂചികയാണ്. ഇതിന് പൂരകമായിട്ട് വന്ന ഒരു വികസിപ്പിച്ചെടുത്ത മറ്റൊരു സൂചികയാണ് മാനവ ദാരിദ്ര്യ സൂചിക.
പക്ഷെ ഇപ്പൊ നമ്മൾ വികസനം മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ, മറ്റൊരു വശം കൂടി നോക്കുന്നുണ്ട്, ദാരിദ്ര്യ വശം കൂടി നോക്കുന്നുണ്ട്. അപ്പൊ അതിന് മാനവ വികസന സൂചികയുടെ പൂരകമായിട്ട് വികസിപ്പിച്ചെടുത്ത സൂചികയാണ് മാനവ ദാരിദ്ര്യ സൂചിക. ഇത് പ്രസിദ്ധപ്പെടുത്തിയത് ആദ്യത്തെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച വർഷം 1997 മാനവ ദാരിദ്ര്യ സൂചിക അടിസ്ഥാനമാക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് സുദീർഘവും ആരോഗ്യകരവുമായ ജീവിതം, അറിവ്, അന്തസ്സുറ്റ ജീവിത നിലവാരം. മാനവ ദാരിദ്ര്യ സൂചികയുടെ അടിസ്ഥാന ഘടകങ്ങൾ സുദീർഘവും ആരോഗ്യകരവുമായ ജീവിതം, അറിവ്, അന്തസ്സുറ്റ ജീവിത നിലവാരം. അടുത്തത് മാനവ സന്തോഷ സൂചിക. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാനാണ്. മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ചത് ഭൂട്ടാനാണ്. 2022 മാനവ സന്തോഷ സൂചിക പ്രകാരം ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ സ്ഥാനം 2022 136 2022 സ്ഥാനം 136. 2021 അത് 139. 2020 അത് 144. ഇപ്പൊ 2023 ഇത് നന്നായിട്ട് ഉയർന്ന് 126 വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ 2020 144 കുറച്ചുകൂടി ഉയർന്ന് 2021 139. 2022 ആയപ്പോഴത്തേക്കും 136. 2023 എത്രയാണ്? 126 കേട്ടോ. സന്തോഷം വളരെയധികം കൂടിയിട്ടുണ്ട് ഇന്ത്യക്ക്. ഓക്കെ, 2022 മാനവ സന്തോഷ സൂചികയുടെ ആദ്യ സ്ഥാനത്തുള്ള രാജ്യം ഫിൻലാൻഡ്. ഈ വർഷം അത് തന്നെയല്ലേ? ഫിൻലാൻഡ് തന്നെ. ഓക്കെ. മാനവ സന്തോഷ സൂചിക കണ്ടുപിടിക്കുന്നതിന് 9 സൂചകങ്ങളാണ് പരിഗണിക്കുന്നത്. ഏതൊക്കെയാണ്? ആരോഗ്യം, ജീവിത നിലവാരം, പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സംരക്ഷണം, സാമൂഹിക ജീവിതവും അയൽപക്ക ബന്ധവും, അഴിമതിരഹിത ഭരണം, സാംസ്കാരിക വൈവിധ്യം, വിദ്യാഭ്യാസം, സമയത്തിന്റെ ഫലപ്രദമായ ഉപയോഗം, മാനസികാരോഗ്യം. എന്തൊക്കെയാണ്? മാനവ സന്തോഷ സൂചികയാണ് പറയുന്നത്. അപ്പം 9 സൂചകങ്ങളാണ് പരിഗണിക്കുന്നത്. ഏതൊക്കെയാണ്? ആരോഗ്യം, ജീവിത നിലവാരം, പ്രകൃതിയുടെയും ജൈവ വൈവിധ്യത്തിന്റെയും സംരക്ഷണം, അയൽപക്ക ബന്ധവും, അഴിമതിരഹിത ഭരണം, സാംസ്കാരിക വൈവിധ്യം, വിദ്യാഭ്യാസം, സമയത്തിന്റെ ഫലപ്രദമായ ഉപയോഗം, മാനസികാരോഗ്യം. ഇനി അടുത്തത് സുസ്ഥിര വികസനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. മാനവ മുഖമുള്ള പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിക്കാത്ത വികസന സമീപനമാണ് സുസ്ഥിര വികസനം. പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിക്കാത്ത രീതിയിലുള്ള, എന്നാൽ എല്ലാ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും മെച്ചപ്പെടുത്തുക എന്നുള്ള രീതിയിലുള്ള വളർച്ചയാണ് എന്ത്? സുസ്ഥിര വികസനം. പ്രകൃതി വിഭവങ്ങൾ ഒരു തലമുറയ്ക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല, വരും തലമുറയ്ക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്ന കാഴ്ചപ്പാടാണ് സുസ്ഥിര വികസനത്തിന്റെ കാതൽ. പ്രകൃതി വിഭവങ്ങൾ ഈ തലമുറ മാത്രം ഉള്ളതല്ല, അടുത്ത തലമുറയ്ക്കും കൂടി ബാക്കി വെച്ചുകൊണ്ട് ഈ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതാണ് എന്ത്? സുസ്ഥിര വികസനം എന്ന് ഉദ്ദേശിക്കുന്നത്. പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നത് സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്ന കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമാണ് സുസ്ഥിര വികസനം. സുസ്ഥിര വികസനത്തിന്റെ 3 പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, സാമൂഹിക ലക്ഷ്യങ്ങൾ. അപ്പൊ സുസ്ഥിര വികസനത്തിന് 3 പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ, സാമ്പത്തിക ലക്ഷ്യങ്ങൾ, സാമൂഹിക ലക്ഷ്യങ്ങൾ. സുസ്ഥിര വികസനത്തിന് ഐക്യരാഷ്ട്ര സംഘടന നിയോഗിച്ച ബ്രെഡ്ലാൻഡ് കമ്മീഷൻ നൽകിയ നിർവചനം, അത് വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. അപ്പൊ സുസ്ഥിര വികസനത്തെ കുറിച്ച് പഠിക്കാനായിട്ട് നിയമിച്ച കമ്മീഷനാണ് ബ്രെഡ്ലാൻഡ് കമ്മീഷൻ. അവർ നൽകിയ നിർവചനമാണ് വരും തലമുറയ്ക്ക് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ കുറവ് വരാതെ ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സമീപനമാണ് സുസ്ഥിര വികസനം. ഓക്കെ, എല്ലാം കൂടി ഒരുമിച്ച് വായിക്കുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? ഇല്ല, എല്ലാം കൂടെ ഒരുമിച്ച് അത്ര ഹലോ, കേൾക്കുന്നില്ല? ഹലോ, എന്താ പറഞ്ഞത്? കേൾക്കുന്നുണ്ട്. ഈ വികസന സൂചികകളല്ലേ പറഞ്ഞു പോകുന്നത്? അതെ അതെ, അല്ല എല്ലാം കൂടി പരസ്പരം അങ്ങോട്ട് കൺഫ്യൂഷൻ ആവുമെന്ന് ചോദിച്ചു. ഇല്ല. ഓക്കെ.
മൊത്തം വായിക്കാണ്. മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ എങ്ങനെയുള്ളതാണ്? ഉൽപാദന രംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? മാനവ വിഭവം. ഹ്യൂമൻ റിസോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഉൽപാദന രംഗത്ത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം. വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, പരിശീലനം, നൈപുണ്യ വികസനം എന്നിവയിലൂടെ മനുഷ്യന്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നത് അറിയപ്പെടുന്നതാണ് മാനവ വിഭവശേഷി വികസനം. ഒന്നുകൂടി പറയാം. വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, പരിശീലനം, നൈപുണ്യ വികസനം എന്നിവയിലൂടെ മനുഷ്യന്റെ കായികവും മാനസികവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതാണ് എന്ത്? മാനവ വിഭവശേഷി വികസനം, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. മാനവ വിഭവത്തിന് ഗുണപരവും ക്വാളിറ്റേറ്റീവുമായിട്ടുള്ള സവിശേഷതകളുണ്ട്. ഗുണപരമായ സവിശേഷതകൾ, ക്വാണ്ടിറ്റേറ്റീവ് സവിശേഷതകളാണ്. ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്? ജനസംഖ്യാ വലിപ്പമാണ്. ഓക്കെ. അപ്പൊ ഈ ഗുണപരമായ സവിശേഷതകൾ ഉൾപ്പെടുന്നതാണ് ജനസംഖ്യാ വലിപ്പം, ജനസംഖ്യാ വളർച്ച, ജനസംഖ്യാ ഘടന. ഓക്കെ. ഗുണപരമായിട്ടുള്ള സവിശേഷതകൾ, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ളതിനകത്ത് ഉൾപ്പെടുന്നതാണ് ഇതൊക്കെ. ജനസംഖ്യാ വലിപ്പം, ജനസംഖ്യാ വളർച്ച, ജനസംഖ്യാ ഘടന. ഇനി ഗുണപരമായിട്ടുള്ള സവിശേഷതകൾ ഉൾപ്പെടുന്നതാണ് എന്തൊക്കെ? വിദ്യാഭ്യാസവും ആരോഗ്യ പരിപാലനവും. ഓക്കെ. അപ്പൊ ഒരു നിശ്ചിത സമയത്ത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് എന്ത്? ജനസംഖ്യാ വലിപ്പം, സൈസ് ഓഫ് പോപ്പുലേഷൻ. ജനസംഖ്യ, അതിന്റെ എണ്ണത്തിൽ വരുന്ന മാറ്റം, ഘടനാപരമായ സവിശേഷതകൾ തുടങ്ങിയവ വിശകലനം ചെയ്യുന്ന സാമൂഹ്യ ശാസ്ത്ര ശാഖ അല്ല, ജനസംഖ്യാ ശാസ്ത്രമാണ്. ജനസംഖ്യയെ കുറിച്ചുള്ള പഠനമല്ല, ജനസംഖ്യയെ കുറിച്ചുള്ള പഠനം ജനസംഖ്യാ ശാസ്ത്രം, ഡെമോഗ്രഫി. ഒരു രാജ്യവും നിശ്ചിത ഇടവേളകളിൽ രാജ്യത്തിലെ ജനങ്ങളുടെ എണ്ണം, പ്രായം, ലിംഗം, സാമ്പത്തിക സാമൂഹിക അവസ്ഥ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലന വിധേയമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് എന്താണ്? സെൻസസ്, പോപ്പുലേഷൻ സെൻസസ്. ഓക്കെ. ഒരു രാജ്യവും ഓരോ രാജ്യവും നിശ്ചിത ഇടവേളകളിൽ രാജ്യത്തിലെ ജനങ്ങളുടെ എണ്ണം, പ്രായം, ലിംഗം, സാമ്പത്തിക സാമൂഹിക അവസ്ഥ ഇതിന്റെയൊക്കെ വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് ജനസംഖ്യ കണക്കെടുപ്പ് അഥവാ പോപ്പുലേഷൻ സെൻസസ്. ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആരാണ്? പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ആണ്. ഇന്ത്യയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആരാണ്? പോപ്പുലേഷൻ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ആണ്. എന്തേലും പറഞ്ഞതാണ്? പറഞ്ഞായിരുന്നോ? ഇല്ല, ഇത് പറഞ്ഞു കൂടെ പറഞ്ഞു ഇത് നേതൃത്വം നൽകുന്നത് ആരാണ്? ഇന്ത്യയിൽ ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്നത് എത്ര വർഷം കൂടുമ്പോഴാണ്? 10 വർഷം. 10 വർഷം കൂടുമ്പോൾ. മാനവ വിഭവത്തിന്റെ ഗുണപരമായ സവിശേഷതകൾ ഇപ്പൊ നമ്മള് ക്വാണ്ടിറ്റേറ്റീവ് പറഞ്ഞല്ലോ, അതൊക്കെയാണ് ജനസംഖ്യാ വലിപ്പം, ജനസംഖ്യാ വളർച്ചയൊക്കെ. ഇനി ഗുണപരമായിട്ടുള്ള സവിശേഷതകൾ ഏതൊക്കെയായിരുന്നു പറഞ്ഞത്? വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം. ഇന്ത്യയിൽ മാനവ വിഭവശേഷി വികസനത്തിനായി പ്രവർത്തിക്കുന്ന വകുപ്പ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്, മാനവ വിഭവശേഷി വികസന മന്ത്രാലയം. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം. മാനവ വിഭവശേഷി വികസനത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്നത് മാനവ വിഭവശേഷി വികസന മന്ത്രാലയമാണ്. നമ്മുടെ ഈ നേട്ടം ഹലോ പേജ് മാറിപ്പോയേ.
കിട്ടിയില്ലയോ? ചേച്ചി ഇതിന്റെ ഇടയ്ക്ക് വേറെ പേജ് ഒരു സെക്കൻഡ് പേജ് ഇങ്ങോട്ടും തിരിഞ്ഞു. ചേച്ചി ഇട്ടുന്ന പേജില് ഒരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. എന്തോ നോക്കട്ടെ. ഇപ്പൊ അവിടെ വായിക്കുന്നു. അല്ല എന്നെടുത്ത അതെ ആ മാനവം എന്നുള്ള ആ ബോക്സിന്റെ തൊട്ടിപ്പുറത്തെ പേജ് നമ്മുടെ ഈ നേട്ടം തുടങ്ങുന്നെന്നാണോ? നോക്കട്ടെ. അല്ല അല്ല കേട്ടോ. ഏതാണ്? മാനവ വിഭവശേഷി വികസന മന്ത്രാലയം ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച വർഷം 85. അവിടെ തൊട്ടാ. ഇല്ല, ഇട്ട് തന്നിട്ടില്ല. പേജ് തിരിഞ്ഞാണ് വന്നേക്കുന്നത്, വേറെ പേജുകളാണ് വന്നേക്കുന്നത്. അത് കിടപ്പുണ്ടല്ലോ ഇല്ലയോ? ഒന്നുകൂടി വായിച്ചേ ആ പറഞ്ഞത് സെന്റൻസ്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച വർഷം 1985. ഇല്ല കേട്ടോ, ആ പേജില്ല. എന്നാ ശരി, ഇട്ടേക്കാം. എന്താ പറ്റിയാൽ വരാൻ? അപ്പൊ ഇത് അതിന്റെ അടുത്ത പേജാണോ? ഇട്ടിട്ടുണ്ടേ. ഒന്നില്ല. ഇതിന്റെ അടുത്ത പേജ് ഇതാണോ? ഇതിന്റെ അടുത്ത പേജ് ഇതാണോ എന്ന് നോക്കണേ. അല്ല, അടുത്ത പേജ് ഇതാ വരുന്നു. ഇത് ഞാൻ ഇട്ടില്ല. അത് കഴിഞ്ഞുള്ളതാണ് നമ്മുടെ ഈ നേട്ടം എന്ന് പറഞ്ഞുള്ളത്. ഈ 2 പേജിന്റെ കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഈ നേട്ടം അല്ലേ? ഓക്കെ. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച വർഷം 1985. വർഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, 85 മാനവ വിഭവശേഷി വികസന മന്ത്രാലയം വന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ദേശീയ വരുമാനത്തിന്റെ 6% ചെലവഴിക്കണമെന്നാണ് വിദഗ്ധ അഭിപ്രായം. അപ്പോ ജനങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസം നൽകാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ദേശീയ വരുമാനത്തിന്റെ 6% ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. 2017-18 വർഷങ്ങളിൽ ഇന്ത്യ ഗവൺമെന്റ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിച്ചത് 3.7% മാത്രമാണ്. അപ്പൊ 6% വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവാക്കാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 2017-18 എത്രയാണ് ചെലവാക്കിയത്? 3.7 ആണ്. ജനസംഖ്യയിൽ 100 പേരിൽ എത്ര പേർക്ക് ആശയം മനസ്സിലാക്കി എഴുതാനും വായിക്കാനും അറിയുന്നു എന്നത് അറിയപ്പെടുന്നതാണ് എന്ത്? സാക്ഷരതാ നിരക്ക്. ജനസംഖ്യയില് 100 പേരിൽ എത്ര പേർക്ക് ആശയം മനസ്സിലാക്കി എഴുതാനും വായിക്കാനും കഴിയുന്നു എന്ന് രേഖപ്പെടുത്തുന്ന നിരക്കാണ് ഏത്? സാക്ഷരതാ നിരക്ക്. ഇവിടെ കുറച്ച് പദ്ധതികൾ വന്നിട്ടുണ്ട്. വിദ്യാഭ്യാസവും മാനവശേഷി വികസനത്തിന്റെ പദ്ധതികളാണ്. എല്ലാം റിപ്പീറ്റ് ചെയ്യാതെ വായിക്കുന്നുണ്ട്. കൺഫ്യൂഷൻ ആവുന്നുണ്ടോ? എന്തോടാ? അല്ല, റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടോ ഞാൻ ഇപ്പൊ വായിച്ചതിൽ ഏതെങ്കിലും? അല്ല, ഇത് വലിയ പ്രശ്നമില്ല. കുഴപ്പമില്ലല്ലോ, എല്ലാവർക്കും ഓക്കെ ആണോ? കാർത്തിക് ഒന്നും മിണ്ടുന്നില്ലല്ലോ. കിട്ടുന്നില്ല നിനക്ക് കാർത്തിക്?
വായിച്ചോ. വായിക്കാണ്. ഞാൻ സാധാരണ വായിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് വായിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്, അതാണ് ചോദിക്കുന്നത്. അപ്പോൾ പ്രധാന വിദ്യാഭ്യാസ പദ്ധതികളാണ് ഏതൊക്കെയാണ്? സംയോജിത ശിശു വികസന സേവന പരിപാടി ICDS. ICDS അതിന്റെ ലക്ഷ്യം എന്താണ്? ICDS ഏത് വർഷമായിരുന്നു? 75. 1975. 25 അതിന്റെ ഒക്ടോബർ 2. ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? അതിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം, ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം. ICDSന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സമഗ്ര വികസനം, ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം. പിന്നെ സമഗ്ര ശിക്ഷാ അഭിയാൻ SSA. SSAയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാർവത്രിക വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വരെ ഉറപ്പുവരുത്തുക, തുല്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുക, SCRT, ഡയറ്റ് തുടങ്ങിയ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക. അപ്പൊ SSAയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സാർവത്രിക വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വരെ ഉറപ്പുവരുത്തുക, പിന്നെ തുല്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും കൂടി പരിപോഷിപ്പിക്കുക, SCRT, ഡയറ്റ് തുടങ്ങിയ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക. പിന്നെ അതാണ് രാഷ്ട്രീയ ഉച്ചതല ശിക്ഷാ അഭിയാൻ RUSA. അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക. ശിക്ഷ ഉന്നത വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. അപ്പം രാഷ്ട്രീയ ഉച്ചതല ശിക്ഷാ അഭിയാൻ എന്തൊക്കെയാണ്? ഉന്നത വിദ്യാഭ്യാസ ലഭ്യത വർദ്ധിപ്പിക്കുക, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക. ഇനി അടുത്തതാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. അതെന്ന് പറയുന്നത് എന്താണ്? യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക, തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. പേരിൽ തന്നെ ഉണ്ടല്ലോ, സ്കിൽ ഡെവലപ്മെന്റ് ആണ്. എന്താണ്? യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക, തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക. ഒന്നുകൂടി പറയാം. ആദ്യമേ പറയുന്നത് ICDS എന്താണ്? 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം, ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ പരിപാലനം. പിന്നെ പറഞ്ഞത് SSA ആണ്, സമഗ്ര ശിക്ഷാ അഭിയാൻ. അതെന്താണ്? സാർവത്രിക വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി വരെയുള്ള സാർവത്രിക വിദ്യാഭ്യാസം. പിന്നെന്താണ്? തുല്യതയും ഗുണനിലവാരം ഉറപ്പുവരുത്തുക, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം പരിപോഷിപ്പിക്കുക, SCRT, ഡയറ്റ് തുടങ്ങിയ അധ്യാപക പരിശീലന കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക. പിന്നെ പറഞ്ഞാണ് അതിനെക്കാട്ടി ഉയർന്ന വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസം, രാഷ്ട്രീയ ഉച്ചതല ശിക്ഷാ അഭിയാൻ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഉന്നത വിദ്യാഭ്യാസം ലഭ്യത വർദ്ധിപ്പിക്കുക, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുക. പിന്നെ പറഞ്ഞതാണ് തൊഴിൽ നൈപുണ്യത്തിന്റെ നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് മോണിറ്ററി റിവാർഡ് സ്കീം. അതിന്റെ എന്തായിരുന്നു? യുവജനങ്ങളുടെ ഇടയിലുള്ള തൊഴിൽ നൈപുണ്യം മെച്ചപ്പെടുത്തുക, തൊഴിൽ വൈദഗ്ധ്യം നേടിയവരുടെ അവരുടെ ലഭ്യത ഉറപ്പുവരുത്തുക. അടുത്തത് തൊഴിൽ നൈപുണ്യം നേടിയ ജനങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനായി നിർമ്മാണം, ടൂറിസം, ബാങ്കിംഗ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധ പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NSDC. തൊഴിൽ നൈപുണ്യം നേടിയ ജനങ്ങളുടെ കുറവ് പരിഹരിക്കുന്നതിനായിട്ട് നിർമ്മാണം, ടൂറിസം, ബാങ്കിംഗ്, എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിൽ വിദഗ്ധ പരിശീലനം നൽകുന്ന സ്ഥാപനമാണ് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. വിദ്യാഭ്യാസ മൗലിക അവകാശമാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യ പാസാക്കിയ വർഷം 2009. വിദ്യാഭ്യാസ അവകാശ നിയമം വഴി ഭരണഘടന ഉറപ്പു നൽകുന്നത് എന്താണ്? എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം. അപ്പൊ വിദ്യാഭ്യാസ അവകാശ നിയമം ഇന്ത്യ പാസാക്കിയ വർഷം 2009. നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം വഴി ഭരണഘടന ഉറപ്പു നൽകുന്നതാണ് എല്ലാവർക്കും പ്രാഥമിക വിദ്യാഭ്യാസം. അടുത്തത് മാനവശേഷി വികസനവും ആരോഗ്യ പരിപാലനവും. ലോകാരോഗ്യ സംഘടനയുടെ നിർവചനം അനുസരിച്ച് ശാരീരികമായും മാനസികമായും സാമൂഹികമായുമായ സുസ്ഥിതിയാണ് ആരോഗ്യം. ലോകാരോഗ്യ സംഘടനയുടെ നിർവചനം അനുസരിച്ച് ശാരീരികവും മാനസികവും സാമൂഹികമായ സുസ്ഥിതി
ആ ഒരു നിലവാരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആരോഗ്യം. ആരോഗ്യം. മികച്ച ഡോക്ടർമാരുടെ സേവനവും ആധുനിക ചികിത്സാ സൗകര്യവും ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച സ്ഥാപനമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ്. മികച്ച ഡോക്ടർമാരുടെ സേവനവും ആധുനിക ചികിത്സാ സൗകര്യവും ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി ആരംഭിച്ച സ്ഥാപനമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനായി ഗ്രാമീണ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷനാണ്. ഗുണമേന്മയുള്ള ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് ഗ്രാമീണ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷൻ, NRHM, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. ഇനി അത് നഗരതലത്തിലാവുമ്പോഴോ ദേശീയ നഗരാരോഗ്യ മിഷനാണ്, നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ. 50,000-ൽ അധികം ജനസംഖ്യയുള്ള പട്ടണങ്ങളിലെ ചേരി നിവാസികൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് ദേശീയ നഗര ആരോഗ്യ മിഷൻ. എത്ര ജനസംഖ്യയാണ്? 50,000-ൽ-അധികം ജനസംഖ്യയുള്ള പട്ടണങ്ങളിൽ കേട്ടോ, ചേരി നിവാസികൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മെച്ചപ്പെട്ട ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ളതാണ് ദേശീയ നഗര ആരോഗ്യ മിഷൻ. ഇന്ത്യയിലെ ആയുർദൈർഘ്യം എന്ന് പറഞ്ഞ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സ്ത്രീകളുടെ ആയുർദൈർഘ്യം എത്രയാണ്? 67.7 പുരുഷന്മാരുടേത് 64.6 ആകെ 66.1 കേട്ടോ ആവറേജ്. സ്ത്രീകളുടേത് 67.7 പുരുഷന്മാരുടേത് 64.6. ആകെ ആവറേജ് പറയുമ്പോഴത്തേക്ക് എത്രയാണ്? 66.1. ശരാശരി എത്ര വയസ്സ് വരെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്നത് അറിയപ്പെടുന്നതാണ് ആയുർദൈർഘ്യം. ശരാശരി എത്ര വയസ്സ് വരെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നു എന്നത് അറിയപ്പെടുന്നതാണ് ആയുർദൈർഘ്യം. ഇന്ത്യയിൽ വികസനം നേരിടുന്ന വെല്ലുവിളികൾ. എന്തൊക്കെയാണ്? അസമത്വം. രാജ്യത്തിന്റെ വികസനം നേരിടുന്ന പ്രധാന പ്രശ്നമാണ് അസമത്വം. അസമത്വം പ്രധാനമായും 3 രീതിയിലാണ്. ഏതൊക്കെയായിരിക്കും? സമ്പത്തിലുള്ള അസമത്വം, വരുമാനത്തിലുള്ള അസമത്വം, ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വം. അപ്പൊ പ്രധാനമായിട്ട് നിലനിൽക്കുന്ന 3 അസമത്വങ്ങൾ ഏതൊക്കെയാണ്? സമ്പത്തിലുള്ള അസമത്വം, വരുമാനത്തിലുള്ള അസമത്വം, ഭൂപ്രദേശങ്ങൾ തമ്മിലുള്ള അസമത്വം. ഇനി ദാരിദ്ര്യം. ഇന്ത്യയിൽ വികസനം നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി ഏതാണ്? ദാരിദ്ര്യമാണ്. പ്ലാനിംഗ് കമ്മീഷന് വേണ്ടി രംഗരാജൻ പാനൽ തയ്യാറാക്കിയ കണക്ക് പ്രകാരം ഇന്ത്യയിൽ 2011-12 ദാരിദ്ര്യരേഖയിൽ താഴെയുള്ളവർ 29.5%. പ്ലാനിംഗ് കമ്മീഷന് വേണ്ടി രംഗരാജൻ പാനൽ തയ്യാറാക്കിയ കണക്ക് പ്രകാരം ഇന്ത്യയിൽ 2011-12 ദാരിദ്ര്യരേഖയിൽ താഴെയുള്ളവർ എത്രയാണ്? 29.5%. ഇന്ത്യയിലെ ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ 35% കൂടുതൽ ജനങ്ങൾ ദാരിദ്ര്യത്തിലാണ്. ഉത്തർപ്രദേശ്, ബീഹാർ, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഒഡീഷ ഈ സംസ്ഥാനങ്ങളിലേക്ക് 35% കൂടുതൽ ആളുകൾ ദാരിദ്ര്യത്തിലാണ്. ചില പ്രദേശങ്ങൾ വികസനത്തിന് മുൻപന്തിയിലും ചില പ്രദേശങ്ങൾ പിന്നാക്കവും നിൽക്കുന്ന അവസ്ഥയാണ് പ്രാദേശികമായ അസന്തുലിതാവസ്ഥ. ചില പ്രദേശങ്ങൾ വികസനത്തിന് മുൻപന്തിയിലായിരിക്കും, ചില പ്രദേശങ്ങൾ പിന്നാക്കാവസ്ഥയിലായിരിക്കും. അതിന് പറയുന്നതാണ് പ്രാദേശിക അസന്തുലിതാവസ്ഥ. അടുത്ത പേജിലേക്ക് നമ്മുടെ ഈ നേട്ടം അതല്ലല്ലേ? നമ്മുടെ ഈ നേട്ടം നമ്മെ കാത്തിരിക്കുന്ന വലിയ വിജയങ്ങളിലേക്കും അവസരങ്ങളിലേക്കുമുള്ള ഒരു കാൽവയ്പാണ്. ദാരിദ്ര്യം, അറിവില്ലായ്മ, രോഗങ്ങൾ, അവസര സമത്വമില്ലായ്മ തുടങ്ങിയവ ഇല്ലാതാക്കാൻ. ഇത് 1947 ഭരണഘടനാ നിർമ്മാണ സഭയെ സംബോധന ചെയ്തുകൊണ്ട് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് കേട്ടോ. നമ്മുടെ ഈ നേട്ടം നമ്മെ കാത്തിരിക്കുന്ന വലിയ വിജയങ്ങളിലേക്കും അവസരങ്ങളിലേക്കുമുള്ള ഒരു കാൽവയ്പാണ്. സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറഞ്ഞത്. സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിൽ ദാരിദ്ര്യരേഖ എന്ന ആശയം ഉയർത്തിക്കൊണ്ടുവന്നത് ആരാണ്? സ്വാതന്ത്ര്യത്തിന് മുമ്പേ ദാരിദ്ര്യരേഖ എന്ന ആശയം ഉയർത്തിക്കൊണ്ടുവന്നത് ദാദാഭായ് നവറോജിയാണ്.
സ്വാതന്ത്ര്യപൂർവ്വ ഭാരതത്തിൽ ദാരിദ്ര്യരേഖ എന്ന ആശയം ഉയർത്തിക്കൊണ്ടുവന്നത് ദാദാഭായ് നവറോജിയാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ദരിദ്രരുടെ എണ്ണം നിർണ്ണയിക്കുന്നത് ആസൂത്രണ കമ്മീഷൻ പഠന ഗ്രൂപ്പ് രൂപീകരിച്ചത് 1962-ലാണ്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ദരിദ്രരുടെ എണ്ണം നിർണ്ണയിക്കുന്നതിനായിട്ട് ആസൂത്രണ കമ്മീഷൻ പഠന ഗ്രൂപ്പ് രൂപീകരിച്ചു. ഏത് വർഷം? 1962. Task Force on Projections of Minimum Needs and Effective Consumption Demand എന്ന കർമ്മസേന രൂപീകരിച്ചത്. ടാസ്ക് ഫോഴ്സ് ഓൺ പ്രൊജക്ഷൻ ഓഫ് മിനിമം നീഡ്സ് ആൻഡ് ഇഫക്റ്റീവ് കൺസംഷൻ ഡിമാൻഡ് എന്ന കർമ്മസേന രൂപീകരിച്ചത് 1979-ലാണ്. എല്ലാരും കേൾക്കുന്നുണ്ടോ? അത് പോയോ? കേൾക്കുന്നുണ്ട്. ആരും റെസ്പോണ്ട് ഇല്ല. ആരും റെസ്പോണ്ട് ഇല്ല. അതൊരു കൺഫ്യൂഷൻ ആവുന്നോന്ന് എനിക്കറിയില്ല. കാർത്തിക് ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് കൺഫ്യൂഷനും ഇല്ല. വായിച്ചോ. ഇനി ദരിദ്രരെ തരംതിരിച്ചിരിക്കുന്നത് മൂന്നായിട്ടാണ്. ദാരിദ്ര്യം വിട്ടുമാറാത്തവർ, ക്രോണിക് പുവർ, പിന്നെ ക്ഷണിക ദരിദ്രർ, ട്രാൻസിയൻ പുവർ, പിന്നെ ഒരിക്കലും ദാരിദ്ര്യം ഇല്ലാത്തവർ, നോൺ പുവർ. 3 ടൈപ്പ് ദരിദ്രരുണ്ട്. ദാരിദ്ര്യം വിട്ടുമാറാത്തവർ, ക്രോണിക് പുവർ, അവർ എപ്പോഴും ദരിദ്രരായിരിക്കും. നിത്യ ദരിദ്രരും സാധാരണ ദരിദ്രരും കൂലിവേലക്കാരെ പോലെ ചിലപ്പോൾ അല്പം വരുമാനം ലഭിക്കുന്നവരും ചേർന്ന വിഭാഗമാണ്. അപ്പം നിത്യ ദരിദ്രർ, സാധാരണ ദരിദ്രർ, കൂലിവേലക്കൊക്കെ പോകുന്നു, അന്നന്നത്തെ വേതനം കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അവരൊക്കെ ഉൾപ്പെടുന്ന ദരിദ്രരാണ് ഏതാ? ദാരിദ്ര്യം വിട്ടുമാറാത്തവർ, ക്രോണിക് പുവർ ആണ് കേട്ടോ. ഇനി ക്ഷണിക ദരിദ്രരുണ്ട്, ട്രാൻസിയൻ പുവർ, ഇടയ്ക്കൊക്കെ ദരിദ്രരല്ലാതാവുന്ന ഇടക്കാല ദരിദ്രർ എന്ന വിഭാഗം. ഉദാഹരണത്തിന് ചെറുകിട കർഷക തൊഴിലാളികൾ, മിക്ക സമയത്തും ദരിദ്രരല്ലാത്തവരും എന്നാൽ ചിലപ്പോൾ ദാരിദ്ര്യത്തിലാവുകയും ചെയ്യുന്ന വല്ലപ്പോഴും ദരിദ്രർ, ഒക്കേഷണലി പുവർ കൂട്ടത്തിൽ പെടുന്നു. സീസണൽ ആയിട്ടൊക്കെ ദരിദ്രരാകുന്നവരുണ്ടല്ലോ. കർഷകരൊക്കെ തന്നെ അവരുടെ സീസൺ കഴിയുമ്പോൾ അവർ ദരിദ്രരാണല്ലോ. അതാണ് ക്ഷണിക ദരിദ്രം. ഗവൺമെന്റ് സർവൻസ് മാസാവസാനം ദരിദ്രരാവില്ലേ? അതെ, പ്രത്യേകിച്ച് KSRTC ജീവനക്കാർ, അവരൊക്കെ ഈ ക്ഷണിക ദരിദ്രരാണല്ലോ. സാലറി പോലും കിട്ടുന്നില്ല. അതാണ് ക്ഷണിക ദരിദ്രം. അല്ല, അവരൊക്കെ വല്ലപ്പോഴും ദരിദ്രരാണ്, ഒക്കേഷണലി പുവർ, ചിലപ്പോൾ കിട്ടുമല്ലോ സാലറി. ഒരിക്കലും ദാരിദ്ര്യമില്ലാത്തവർ എന്ന വിഭാഗം, അതറിയാലോ, പണക്കാരായിട്ടുള്ള. ഇനി ബഹുഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിലും കഷ്ടതയിലുമുള്ള ഒരു സമൂഹത്തിൽ തീർച്ചയായും സമൃദ്ധി നേടുന്നതിനോ സന്തുഷ്ടമായി ജീവിക്കുന്നതിനോ കഴിയില്ല എന്ന് പറഞ്ഞത് ആഡം സ്മിത്ത് ആണ് കേട്ടോ. ബഹുഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിലും കഷ്ടതയിലുമുള്ള ഒരു സമൂഹത്തിന് തീർച്ചയായും സമൃദ്ധി നേടുന്നതിനോ സന്തുഷ്ടമായി ജീവിക്കുന്നതിനോ കഴിയില്ല എന്ന് പറഞ്ഞത് ആഡം സ്മിത്ത് ആണ്. ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്ന പ്രധാന രീതികൾ ഏതൊക്കെയാണ്? ഒരാൾക്ക് തൊഴിൽ ചെയ്യാൻ ലഭിക്കേണ്ട ഊർജത്തിന്റെ കലോറി മൂല്യത്തിന് ആവശ്യമായ ചെലവിന്റെ അടിസ്ഥാനത്തിൽ. ഒരാള് അടിസ്ഥാനപരമായിട്ട് ഉപയോഗിക്കുന്ന ഊർജത്തിന്റെ കലോറി മൂല്യത്തിന് ആവശ്യമായ ചെലവിന്റെ അടിസ്ഥാനത്തിൽ, ആളോഹരി ചെലവ്, അതുവഴിയാണ് ദാരിദ്ര്യ രേഖ നിർണ്ണയിക്കുന്നത്. ഓക്കെ. ഗ്രാമങ്ങളിൽ ഒരാൾക്ക് ലഭിക്കേണ്ട ഊർജം കലോറി അളവിൽ എത്രയാണ്? 2400 കിലോ കലോറിയാണ്. എന്താണ്? 260 ഗ്രാം അല്ല, 2400 കിലോ കലോറിയാണ് കേട്ടോ. ഗ്രാമങ്ങളിൽ ഒരാൾക്ക് ലഭിക്കേണ്ട ഊർജം കലോറി അളവിൽ 2400 കിലോ കലോറിയാണ്. നഗരത്തിൽ ഒരാൾക്ക് ലഭിക്കേണ്ട ഊർജം കലോറി അളവിൽ എത്രയാണ്? 2100 കിലോ കലോറിയാണ്. ഓക്കെ, അപ്പൊ ഗ്രാമങ്ങളിലാകുമ്പോൾ 2400, നഗരങ്ങളിലാകുമ്പോൾ എത്രയാണ്? 2100 കിലോ കലോറിയാണ്. ദരിദ്രരെ തിരിച്ചറിയാൻ കുടുംബങ്ങളുടെ വരുമാനത്തിന് പകരമായി മാസ ആളോഹരി ചെലവ്, മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ ആണ് എടുക്കുന്നത്.
അപ്പൊ ദരിദ്രരെ തിരിച്ചറിയാൻ കുടുംബങ്ങളുടെ വരുമാനത്തിന് പകരം എന്താണ് എടുക്കുന്നത്? മാസ ആളോഹരി ചെലവ് ആണ് എടുക്കുന്നത്. ഈ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ എന്താണ്? ഇത് ദരിദ്രരെ വളരെ ദരിദ്രർ, മറ്റ് ദരിദ്രർ എന്നിങ്ങനെ തരംതിരിക്കുന്നതിന് പകരം എല്ലാവരെയും ഒന്നായി കാണും. അപ്പം ഈ മാസ ആളോഹരി ചെലവ് വഴി ദരിദ്രരെ കണ്ടുപിടിക്കുന്ന രീതിയുടെ പോരായ്മ എന്താണ്? ഇത് ദരിദ്രരെ വളരെ ദരിദ്രർ, മറ്റു ദരിദ്രർ എന്നിങ്ങനെ തരംതിരിക്കുന്നതിന് പകരം എല്ലാവരെയും ഒന്നായിട്ട് മൊത്തത്തിൽ ദരിദ്രർ എന്നുള്ള രീതിയിൽ കാണും. സർക്കാർ സഹായം നൽകേണ്ട ദരിദ്ര ജനവിഭാഗം ഏതെന്ന് തിരിച്ചറിയാൻ ഈ രീതി സഹായിക്കുന്നുണ്ടെങ്കിലും സഹായം ഏറ്റവും അധികം ആവശ്യമുള്ളവരെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഓക്കെ, അപ്പൊ വരുമാനം കൂടി അറിഞ്ഞാലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ എത്രമാത്രം ദരിദ്രരാണെന്നുള്ളത്. അപ്പൊ ഈ പദ്ധതി വഴി അതറിയാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് സർക്കാർ സഹായം ലഭിക്കേണ്ട ഏറ്റവും അത്യാവശ്യക്കാരെ തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല. അത് ഒരു വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ വികസനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ നിരക്ഷരത, അനാരോഗ്യം, വിഭവങ്ങൾ ലഭ്യമല്ലായ്ക, രാഷ്ട്രീയവും അല്ലാത്തതുമായ സ്വാതന്ത്ര്യത്തിന്റെ അഭാവം അടങ്ങിയ പ്രതിബന്ധങ്ങളെ നീക്കം ചെയ്യുന്ന പ്രവർത്തനമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്നതിലൂടെ വികസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വ്യക്തിയുടെ നിരക്ഷരത, അനാരോഗ്യം, വിഭവങ്ങൾ ലഭ്യമല്ലായ്ക, രാഷ്ട്രീയവും അല്ലാത്തതുമായ സ്വാതന്ത്ര്യത്തിന്റെ അഭാവം, ഈ പ്രതിബന്ധങ്ങളെയൊക്കെ നീക്കം ചെയ്യുക. അതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൂടെ വികസനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യത്തെ ദരിദ്രരുടെ എണ്ണം കുറഞ്ഞിട്ടുള്ളതായി സർക്കാർ അവകാശപ്പെടാൻ അടിസ്ഥാനമായ നടപടികൾ. ദരിദ്രരുടെ എണ്ണം കുറഞ്ഞു എന്ന് പറയുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള നടപടികൾ ഏതൊക്കെയാണ്? ഉയർന്ന വളർച്ചാ നിരക്ക്, കാർഷികോൽപാദനത്തിലുള്ള വർധനവ്, ഗ്രാമങ്ങളിലെ തൊഴിൽ സൃഷ്ടിക്കൽ, 1990കളിലെ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ. അപ്പോ മൊത്തം 4 നടപടികളായിരുന്നു. ഏതൊക്കെയാണ്? ഉയർന്ന വളർച്ചാ നിരക്ക്, കാർഷികോൽപാദനത്തിലുള്ള വർധനവ്, ഗ്രാമങ്ങളിൽ തൊഴിലുകൾ സൃഷ്ടിക്കൽ, 1990കളിലെ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ. ഈ ദാരിദ്ര്യം കണക്കാക്കുന്നതിനുള്ള സൂചികകൾ ഏതൊക്കെയാണ്? സെൻസ് സൂചിക, പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്, സ്ക്വയർഡ് പോവർട്ടി ഗ്യാപ്പ്. ഇപ്പൊ 3 പറഞ്ഞു. ദാരിദ്ര്യം കണക്കാക്കുന്നതിനുള്ള സൂചികകളാണ് സെൻസ് സൂചിക, പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്, സ്ക്വയർഡ് പോവർട്ടി ഗ്യാപ്പ്. സെൻസ് സൂചിക ആരായിരിക്കും വികസിപ്പിച്ചത്? അമർത്യ സെൻ ആണ് വികസിപ്പിച്ചത്. പിന്നെ അടുത്തത് തലയെണ്ണൽ അനുപാതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണവും ജനസംഖ്യയും തമ്മിലുള്ള അനുപാതമാണ് തലയെണ്ണൽ അനുപാതം. അപ്പം തലയെണ്ണൽ അനുപാതം എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണവും ജനസംഖ്യയും തമ്മിലുള്ള അനുപാതം, അതാണ് തലയെണ്ണൽ അനുപാതം. ഓക്കെ, ദാരിദ്ര്യം സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമാക്കിയിരിക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ദാരിദ്ര്യം സംബന്ധിച്ച് ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമാക്കിയിരുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ആസൂത്രണ കമ്മീഷൻ ദാരിദ്ര്യം സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ അടിസ്ഥാനം NSOS ആണ്, നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ, ശേഖരിച്ച ഉപഭോഗ ചെലവ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. ആസൂത്രണ കമ്മീഷൻ ദാരിദ്ര്യം സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ ശേഖരിച്ച ഉപഭോഗ ചെലവിന്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ ദരിദ്രരിൽ 70% താമസിക്കുന്നത് എവിടെയാണ്? നേരത്തെ പറഞ്ഞ സംസ്ഥാനങ്ങള് യുപി, ബീഹാർ, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഒറീസ. അപ്പം ഇന്ത്യയിലെ ദരിദ്രരിൽ 70% ഈ 5 സംസ്ഥാനങ്ങളിലാണ്: ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ, ഒറീസ. ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം എന്തൊക്കെയാണ്? സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വം, സാമൂഹികമായ ഭ്രഷ്ട്, തൊഴിലില്ലായ്മ, കടക്കണി, സമ്പത്തിന്റെ അസന്തുലിതമായ വിതരണം. ദാരിദ്ര്യത്തിന്റെ പ്രധാന കാരണം എന്തൊക്കെയാണ്? സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വം, സാമൂഹികമായ ഭ്രഷ്ട്, തൊഴിലില്ലായ്മ, കടക്കണി, സമ്പത്തിന്റെ അസന്തുലിതമായ വിതരണം ഒക്കെയാണ്. പിന്നെ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികളാണ്. അതും വായിക്കാനാണോ ചേച്ചി? വായിക്കാനാണോ? എല്ലാവർക്കും ബോറടിച്ചോ എന്ന് ചോദിക്കുവായിരുന്നു. ആരും ഒന്നും മിണ്ടുന്നില്ല.
ഇല്ലല്ലോ. ഓക്കെ ഓക്കെ അല്ലേ? വായിക്കട്ടെ ബാക്കി. ഓക്കെ. ദാരിദ്ര്യ നിർമ്മാർജ്ജന നയങ്ങളും പരിപാടികളും. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് സർക്കാർ സ്വീകരിക്കുന്ന ത്രിതല സമീപനമാണ് പറയുന്നത് വളർച്ചോന്മുഖ സമീപനം, ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച് എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ചയുടെ മൊത്തം ആഭ്യന്തരോൽപാദനത്തിലും ആളോഹരി വരുമാനത്തിലുമുള്ള ദ്രുതഗതിയിലുള്ള വർധനവിന്റെ ഫലങ്ങൾ സമൂഹത്തിൽ എല്ലാ മേഖലകളിലും എത്തുമെന്നും ദരിദ്ര ജനവിഭാഗങ്ങളിലേക്ക് അത് കിനിഞ്ഞിറങ്ങുമെന്നും ഉള്ള പ്രതീക്ഷയിലാണ് ഈ സമീപനം സ്വീകരിച്ചത്. 1950കളിലും 60കളുടെ തുടക്കത്തിലും ഇതായിരുന്നു ആസൂത്രണത്തിന്റെ പ്രധാന ഊന്നൽ. ഓക്കെ, അപ്പൊ വളർച്ചോന്മുഖ സമീപനം എന്താണ്? സാമ്പത്തിക വളർച്ചയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിലും ആളോഹരി വരുമാനത്തിലുമുള്ള ദ്രുതഗതിയിലുള്ള വർധനവിന്റെ ഫലങ്ങൾ സമൂഹത്തിലെ എല്ലാ മേഖലകളിലും എത്തുമെന്നും അതിലൂടെ ദാരിദ്ര്യ ജനവിഭാഗങ്ങൾ അത് കിനിഞ്ഞിറങ്ങുമെന്നും ഉള്ള പ്രതീക്ഷയാണ് ഈ സമീപനം. ഇപ്പൊ സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി എന്താ, ദരിദ്ര മേഖലയിലുള്ളവർക്കും വളർച്ച ഉണ്ട് എന്ന ഒരു അപ്രോച്ചാണ് വളർച്ചോന്മുഖ സമീപനം. സമീപനം, ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്. അപ്പൊ ഇത് ഏത് വർഷങ്ങളിലായിരുന്നു? 1950കളിലും 60കളുടെ തുടക്കത്തിലുമായിരുന്നു ഈ ഒരു ആസൂത്രണ പരിപാടി ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികൾ. സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. സ്വയം തൊഴിലിനൊക്കെ ഇത് കൊടുത്തത് എപ്പോഴായിരുന്നു? 3ാം പഞ്ചവത്സര പദ്ധതിയായിരുന്നു കേട്ടോ. സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി 3 1970 നടപ്പിലാക്കിയ തൊഴിലിന് കൂലി ഭക്ഷണം പരിപാടി ഇതിന് ഉദാഹരണമാണ്. സ്വയം തൊഴിൽ പദ്ധതികൾക്കുള്ള ഉദാഹരണങ്ങളാണ് ഗ്രാമീണ തൊഴിലുൽപാദന പരിപാടി, റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം REGP, പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന PMRY, സ്വർണ്ണ ജയന്തി നാഗരിക തൊഴിൽദാന പദ്ധതി സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന SJSRY. അപ്പോ സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികൾ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? 3ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇതിന് ഉദാഹരണമായിട്ടുള്ള പദ്ധതികളാണ് പറയുന്നത്. 1970 നടപ്പിലാക്കിയ തൊഴിലിന് കൂലി ഭക്ഷണം പദ്ധതി, ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. പിന്നെ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം നമ്മളത് പഠിച്ചത് അങ്ങനല്ലേ? 6 നടക്കുന്നത് NREP. ജോലിക്ക് കൂലി ഭക്ഷണം 5 വരും. NREP 6 വരുന്നത്. 80-ലല്ലേ NREP വരുന്നത്? 1977 3ാം ആയിരിക്കും. 6 വരുന്നത് NREP ഒക്കെയാണ്. RLEGP 83 അല്ലേ? RLEGP അല്ല പറഞ്ഞ NREP, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. ഇത് ഇതിനകത്ത് പറഞ്ഞ റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ആണ്. RLEGP പറഞ്ഞ പദ്ധതികൾ ഒന്നുകൂടി പറയാവേ. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം പറഞ്ഞു, 1970 നടപ്പിലാക്കിയതാണ് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം പറഞ്ഞു. പിന്നെ സ്വയം തൊഴിൽ പദ്ധതി ഗ്രാമീണ തൊഴിലുൽപാദന പരിപാടി റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ആണ് കേട്ടോ. പിന്നെ പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി, പിന്നെ സ്വർണ്ണ ജയന്തി നാഗരിക തൊഴിൽദാന പദ്ധതി. ഇത്രയും പദ്ധതികളാണ് സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികളായിട്ട് വന്നത്. ഓക്കെ, മറ്റേത് RLEGP ആണ്. ഇത് REGP ആണ്. REGP റൂറൽ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ആണ്. ഓക്കെ, അടുത്തതാണ് ഗ്രാമീണ തൊഴിൽ ഉൽപാദന പരിപാടി. നഗരപ്രദേശങ്ങളിൽ സ്വയം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണിത്. ഖാദിക്കും ഗ്രാമീണ വ്യവസായങ്ങൾക്കുമായുള്ള കമ്മീഷൻ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആണ് ഇത് നടപ്പിലാക്കുന്നത്. ചെറിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് ബാങ്കുകൾ മുഖേന വായ്പ നൽകുന്ന പദ്ധതിയാണ്. ഗ്രാമീണ തൊഴിലുൽപാദന പദ്ധതി എന്ന് പറയുന്നത് നഗരപ്രദേശങ്ങളിൽ സ്വയം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയായിരുന്നു. ഖാദിക്കും ഗ്രാമീണ വ്യവസായങ്ങൾക്കുമായിട്ടുള്ള കമ്മീഷൻ, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ആണ് നടപ്പിലാക്കുന്നത്. ചെറിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് ബാങ്കുകൾ മുഖേന വായ്പ നൽകുന്ന പദ്ധതിയാണിത്.
പിന്നതാണ് പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി. ഗ്രാമങ്ങളിലെയും പ്രൈം മിനിസ്റ്റേഴ്സ് റോസ്ഗാർ യോജന. ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളെ അഭ്യസ്ത വിദ്യരായ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് ഏത് തരം സംരംഭങ്ങൾ തുടങ്ങുന്നതിനും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത്. പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിലെ അഭ്യസ്ത വിദ്യരായ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് ഏത് തരം സംരംഭങ്ങളും തുടങ്ങുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് ഇത്. സ്വർണ്ണ ജയന്തി നാഗരിക തൊഴിൽദാന പദ്ധതി. നഗരപ്രദേശങ്ങളിൽ സ്വയം തൊഴിലും വേതന തൊഴിലും സൃഷ്ടിക്കാനുള്ള പദ്ധതിയാണിത്. ആദ്യകാലത്ത് സ്വയം തൊഴിൽ പദ്ധതികളിൽ നിന്നുള്ള സഹായധനം വ്യക്തികൾക്ക് കുടുംബങ്ങൾക്ക് നൽകുകയാണ് ചെയ്തിരുന്നത്. 1990 മുതൽ ഈ രീതിക്ക് മാറ്റം വന്നു. ഇപ്പോൾ ഈ പദ്ധതികളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് ആദ്യം സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കണം. SGSY പുനഃസംഘടിപ്പിച്ച പുതിയ ദൗത്യമാണ് ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ. 4 പദ്ധതികൾ, മൊത്തം 8 പദ്ധതികൾ. ആദ്യം പറഞ്ഞതാണ് വളർച്ചോന്മുഖ സമീപനം. അതെന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോത്ത് ഓറിയന്റഡ് അപ്രോച്ച്. സാമ്പത്തിക വളർച്ചയുടെയും GDP-യുടെ ആളോഹരി വരുമാനത്തിലുള്ള വർധനവ് ദരിദ്ര ജനവിഭാഗങ്ങളുടെയും വളർച്ചയ്ക്ക് കാരണമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടുവന്ന വളർച്ചാ രീതിയാണ് വളർച്ചോന്മുഖ സമീപനം. അത് 1950-കളിലും 60-കളുടെ തുടക്കത്തിലുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ വന്നതാണ് സ്വയം തൊഴിൽ വേതന തൊഴിൽ പദ്ധതികൾ. അത് ആരംഭിച്ചത് 3ാം പഞ്ചവത്സര പദ്ധതി സമയത്താണ്. അപ്പൊ കൊണ്ടുവന്ന പദ്ധതികൾ ഏതൊക്കെയായിരുന്നു? ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, പിന്നെ ഗ്രാമീണ തൊഴിലുൽപാദന പരിപാടി, പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി, സ്വർണ്ണ ജയന്തി നാഗരിക പദ്ധതി. ഇത് തന്നെ ഒന്നുകൂടി വിശദീകരിച്ചാണ് ഗ്രാമീണ തൊഴിലുൽപാദന പരിപാടി. അതെന്ന് പറഞ്ഞാൽ എന്താണ്? നഗരപ്രദേശങ്ങളിൽ സ്വയം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതിയായിരുന്നു. അതിനെ നടപ്പാക്കുന്നത് ആരായിരുന്നു? ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രിയൽ കമ്മീഷൻ ആയിരുന്നു. ചെറിയ വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിന് ബാങ്കുകൾ മുഖേന വായ്പ നൽകുന്ന പദ്ധതിയായിരുന്നു അത്. ഗ്രാമീണ തൊഴിലുൽപാദന പദ്ധതി. പിന്നെ വന്നതാണ് പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി. അതെന്തായിരുന്നു? ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളിലെ അഭ്യസ്ത വിദ്യരായ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് സ്വയം തൊഴിൽ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി. പിന്നെ വന്നതാണ് സ്വർണ്ണ ജയന്തി നാഗരിക തൊഴിൽദാന പദ്ധതി. അതെന്താണ്? നഗരപ്രദേശങ്ങളിൽ സ്വയം തൊഴിലും വേതന തൊഴിലും സൃഷ്ടിക്കാനുള്ള പദ്ധതി. ആദ്യകാലത്ത് സ്വയം തൊഴിൽ പദ്ധതികളിൽ നിന്നുള്ള സഹായധനം വ്യക്തികൾക്ക് അല്ലെങ്കിൽ കുടുംബങ്ങൾക്ക് നൽകുകയായിരുന്നു ചെയ്തിരുന്നത്. 1990 മുതൽ ഈ രീതിക്ക് മാറ്റം വന്നു. ഇപ്പോൾ ഈ പദ്ധതികളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് എന്ത് വേണം? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് രൂപീകരിക്കണം. ഓക്കെ. ഇനി ഈ സ്വർണ്ണ ജയന്തി SGSY പുനഃസംഘടിപ്പിച്ച പുതിയ ദൗത്യമാണ് ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ. SGSY എന്ന സമ്പൂർണ്ണ ഗ്രാമീൺ സ്വരോസ്ഗാർ യോജന. സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോസ്ഗാർ യോജന SGSY. സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോസ്ഗാർ യോജന. സമ്പൂർണ്ണ ഗ്രാമ സ്വരോസ്ഗാർ യോജന ചേച്ചി വായിച്ചില്ലായിരുന്നു? അത് നമ്മൾ പഠിച്ചായിരുന്നോ? ഏതാ പറഞ്ഞു? സമ്പൂർണ്ണ ഗ്രാമ സ്വരോസ്ഗാർ യോജന. സമ്പൂർണ്ണം പഠിച്ചിരുന്നു 2001 അല്ലേ? 2001 ഓഗസ്റ്റ് 15. അത് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന SGRY. റോസ്ഗാർ മറ്റേ തൊഴിൽ കൊടുക്കുന്നത്. ശരിയാ. ഇത് എന്താ പറഞ്ഞതായിരുന്നു? സ്വർണ്ണ ജയന്തി ഗ്രാം സമൃദ്ധി യോജന അല്ലേ? ഷോർട്ട് ഫോം വരുമ്പോൾ സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോസ്ഗാർ യോജന. ദരിദ്രരുടെ ഭക്ഷണ പോഷകാഹാര ദരിദ്രരുടെ ഭക്ഷണ പോഷകാഹാര അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള ബൃഹത്തായ പദ്ധതികൾ അതേതൊക്കെയാണ്? പൊതുവിതരണ സമ്പ്രദായം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, സംയോജിത ശിശു വികസന പരിപാടി ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം, ഉച്ചഭക്ഷണ പരിപാടി മിഡ് ഡേ മീൽ സ്കീം. അപ്പൊ ദരിദ്രരുടെ ഭക്ഷണ പോഷകാഹാര അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള ബൃഹത്തായ പദ്ധതികളാണ് ഇതൊക്കെ. പൊതുവിതരണ സമ്പ്രദായം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, സംയോജിത ശിശു വികസന പരിപാടി ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം, പിന്നെ ഉച്ചഭക്ഷണ പരിപാടി മിഡ് ഡേ മീൽ സ്കീം. ഓക്കെ. ഇതേ ലക്ഷ്യത്തോടെയുള്ള മറ്റു പരിപാടികളാണ്
പ്രധാനമന്ത്രി ഗ്രാമീൺ റോഡ് പദ്ധതി, പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന, പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന, വാൽമീകി അംബേദ്കർ പാർപ്പിട പദ്ധതി. സമൂഹത്തിലെ പിന്നാക്കമുള്ള പ്രത്യേക വിഭാഗങ്ങളെ സഹായിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. സമൂഹത്തിലെ പിന്നാക്കമുള്ള പ്രത്യേക വിഭാഗങ്ങളെ സഹായിക്കുന്നതിനായി സർക്കാർ നടപ്പിലാക്കിയ സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി. ഇത്രയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയുള്ള സർക്കാർ സ്വീകരിച്ച ത്രിതല പദ്ധതികളായിരുന്നു കേട്ടോ. ഇനി അടുത്തതാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം. പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ള കുടുംബത്തിലെ പ്രായപൂർത്തിയായ ഒരു അംഗത്തിന് വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഒരു നിയമം 2005 ഓഗസ്റ്റ് മാസത്തിൽ പാർലമെന്റ് പാസാക്കുകയുണ്ടായി. മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 18 വയസ്സ് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 സ്ത്രീകളായിരിക്കണം. ഈ നിയമപ്രകാരം നിലവിലുള്ള മിനിമം കൂലി നിരക്കിൽ തൊഴിൽ ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ഈ പദ്ധതി നടപ്പിലാക്കുന്ന പ്രദേശങ്ങളിൽ തൊഴിലെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസാക്കിയ വർഷം 2005 ഓഗസ്റ്റ് മാസമാണ്. പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമില്ലാത്ത തൊഴിൽ ചെയ്യാൻ തയ്യാറായ കുടുംബത്തിലെ ഒരംഗത്തിന്, പ്രായപൂർത്തിയായ ഒരംഗത്തിന് വർഷത്തിൽ 100 തൊഴിൽ ദിനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണിത്. 18 വയസ്സിന് പൂർത്തിയായവർക്ക് രജിസ്റ്റർ ചെയ്യാം. ഗുണഭോക്താക്കളിൽ 1/3 ആരായിരിക്കണം? സ്ത്രീകളായിരിക്കും. അടുത്താണ് ഭക്ഷ്യോൽപാദനം. ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിൽ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നതിന്റെ കാരണങ്ങൾ ഏതൊക്കെയാണ്? വിതരണത്തിലെ അപാകത, സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്. അപ്പോൾ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചിട്ടും ഇന്ത്യയിലെ പല പ്രദേശങ്ങളിലും ദാരിദ്ര്യം നിലനിൽക്കുന്നതിന്റെ കാരണം എന്താണ്? വിതരണത്തിലെ അപാകത, സാധനങ്ങൾ വാങ്ങുവാനുള്ള വ്യക്തികളുടെ ശേഷിക്കുറവ്. എല്ലാ ജനങ്ങൾക്കും എക്കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ. എന്നോട് പറയാം, എല്ലാ ജനങ്ങൾക്കും എല്ലാ കാലത്തും സജീവവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായത്ര പോഷകപ്രധാനമായ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള ഭൗതികവും സാമ്പത്തികവുമായ പ്രാപ്തി ഉറപ്പുവരുത്തുന്ന അവസ്ഥയാണ് ഭക്ഷ്യസുരക്ഷ. ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുവെങ്കിൽ ആ രാജ്യം ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണെന്ന് പറയാം. ഓക്കെ, ഒരു രാജ്യത്തിന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നെങ്കിൽ ആ രാജ്യം എന്താണ്? ഭക്ഷ്യോൽപാദനത്തിൽ സ്വയം പര്യാപ്തമാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, പാർലമെന്റ് അംഗീകരിച്ച വർഷം 2013. ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും നൽകുവാൻ ചുമതലപ്പെട്ടതും സർക്കാർ നിയന്ത്രണത്തിലുമുള്ളതുമായ സ്ഥാപനങ്ങളുടെ ശൃംഖലയാണ് പൊതുവിതരണ സംവിധാനം. ന്യായമായ വിലയ്ക്ക് സമൂഹത്തിൽ ആവശ്യക്കാരായവർക്ക് ഭക്ഷ്യവസ്തുക്കളും മറ്റ് നിത്യോപയോഗ വസ്തുക്കളും സർക്കാർ നിയന്ത്രണത്തിലുള്ളതുമായ സ്ഥാപനങ്ങളാണ് നൽകുവാൻ ചുമതലപ്പെട്ട സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളാണ് പൊതുവിതരണ സംവിധാനം. ഓക്കെ, അടുത്തത് ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക. നീതി ആയോഗ് തയ്യാറാക്കിയ ആദ്യ ബഹുമുഖ ദാരിദ്ര്യ സൂചികയാണ് ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക 2021, നാഷണൽ മൾട്ടി ഡയമെൻഷൻ പോവർട്ടി ഇൻഡെക്സ്. 2015-16 നടത്തിയ ദേശീയ കുടുംബാരോഗ്യ സർവേ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സർവേ. 2015-16 നടത്തിയ ദേശീയ കുടുംബാരോഗ്യ സർവേ 4 അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ സർവേ. ഇന്ത്യ ഗവൺമെന്റിന്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് ആണ് ഈ ദേശീയ കുടുംബാരോഗ്യ സർവേ നടത്തുന്നത്. ഓക്കെ, ഇന്ത്യ ഗവൺമെന്റിന്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പോപ്പുലേഷൻ സയൻസ് ആണ് ഈ ദേശീയ കുടുംബാരോഗ്യ സർവേ നടത്തുന്നത്. 2015-16 നടത്തിയ സർവേക്ക് അടിസ്ഥാനമായിട്ടാണ് എന്ത് കൊണ്ടുവന്നത്? ദേശീയ ബഹുമുഖ
ബഹുമുഖ ദാരിദ്ര്യ സൂചിക 2021 കൊണ്ടുവന്നു. ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഏതാണ്? കോട്ടയം. കോട്ടയം. കോട്ടയമാണ്. കോട്ടയം. ഇന്ത്യയിൽ എറണാകുളം ദാരിദ്ര്യമില്ലാത്ത അല്ലേ? ഏക ജില്ല കോട്ടയമാണ്. കോട്ടയം മാറിയല്ലോ. എറണാകുളം കഴിഞ്ഞ തവണ കോട്ടയം, ഇത്തവണ എറണാകുളം അല്ലേ? മാറിയോ? ആഹാ. ആണോ? 2022 വരെ ഉള്ളതേ ഉള്ളൂ കേട്ടോ. 2022 എറണാകുളമാണോ? ഇപ്പൊ എറണാകുളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ജില്ല ശ്രാവസ്തിയാണ്. ശ്രാവസ്തി ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ജില്ല ശ്രാവസ്തിയാണ്, ഉത്തർപ്രദേശാണ്. കോട്ടയം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ എന്നീ ജില്ലകളാണ് കേരളത്തിൽ ദാരിദ്ര്യം കുറവുള്ള ജില്ലകൾ. നമ്മുടെ ജില്ലകൾ കോട്ടയം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ, കണ്ണൂർ എന്നീ ജില്ലകളാണ് കേരളത്തിൽ ദാരിദ്ര്യം കുറവുള്ള ജില്ലകൾ. ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. 0.71% മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ദാരിദ്ര്യ നിരക്ക് 0.71%. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം 17.71. തല തിരിഞ്ഞിരിക്കും അവന്. മൊത്തത്തിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളത് ഏത് സംസ്ഥാനത്താണ്? ബീഹാർ അല്ലേ? ബീഹാറാണ്. 51.91%. രണ്ടാം സ്ഥാനം ജാർഖണ്ഡാണ്. മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളത് ബീഹാറിലാണ്, 51.91. പിന്നെ ജാർഖണ്ഡ്, മൂന്നാം സ്ഥാനം ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള ജില്ല ഏതായിരുന്നു? ശ്രാവസ്തിയാണ്, ഉത്തർപ്രദേശിലെ. ഏതാണ്? ശ്രാവസ്തി. ശ്രാവസ്തി ഉത്തർപ്രദേശിലെ. ഏറ്റവും അധികം ദാരിദ്ര്യമുള്ള കേന്ദ്രഭരണ പ്രദേശം? ആൻഡമാൻ നിക്കോബാറിലാണോ? ദാമൻ ദ്വീപാണോ? അല്ല, ദാദ്ര നാഗർ ഹവേലി. അത് ഒന്നാക്കിയില്ലേ? അത് രണ്ടും കൂടി ഒന്നാക്കി. ദാമൻ ദ്വീപും ദാദർ നാഗർ ഹവേലിയും കൂടി ഒന്നാക്കി. ഇതിനകത്ത് ദാദ്ര നാഗർ ഹവേലി എന്നാണ് പറഞ്ഞേക്കുന്നത്. രണ്ടും കൂടി ചേർന്നാക്കി 27.36%. 27.36%. ഏറ്റവും കുറച്ച് ദാരിദ്ര്യമുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപോ? അല്ല, പുതുച്ചേരിയാണ്. പുതുച്ചേരി 1.72%. തെക്കോട്ട് വരുമ്പോഴൊക്കെ ദാരിദ്ര്യം കുറവാണ്, വടക്കോട്ട് പോകുമ്പോഴൊക്കെ ഭയങ്കര ദാരിദ്ര്യം. ഏറ്റവും കുറവുള്ള കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്, 1.72%. ഈ പോഷകാഹാര പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. ബീഹാറും. ദാരിദ്ര്യം ഇല്ലാന്ന് പറയുമ്പോ എങ്ങനെയാ പോഷകാഹാരം? ഞാൻ പറഞ്ഞില്ല, അവനെ വിട്ടേക്ക് പോട്ട്. ദാരിദ്ര്യം കൂടുതലുള്ളത് തന്നെയാണ് കേട്ടോ, ബീഹാറാണ്. പോഷകാഹാര പ്രശ്നം ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? ദാരിദ്ര്യം കൂടുതലല്ലേ, അവർക്ക് പോഷകാഹാരം കേട്ടില്ല മേഡം. ബീഹാറാണ്. ക്ഷമിച്ചിരിക്കുന്നു. ഏറ്റവും കുറവ് പോഷകാഹാര പ്രശ്നങ്ങൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ്? കേരളം. അല്ല, സിക്കിമാണ് കേട്ടോ. സിക്കിമാണോ? സിക്കിമാണ്. ഈ വർഷം വല്ല മാറ്റമുണ്ടോ? സിക്കിമാണ് ഇവിടെ തരുന്നത്. പോഷകാഹാര പ്രശ്നം ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ്, ഏറ്റവും കുറവ് സിക്കിമാണ്. കേരളത്തിൽ 15.29% ആളുകൾക്ക് പോഷകാഹാര കുറവുള്ളതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു 17% ഞാൻ പറഞ്ഞില്ലേ, അത് നേരത്തെ കണ്ടു. ഓക്കെ. അപ്പൊ കേരളത്തിൽ 15.29% ആളുകൾക്ക് പോഷകാഹാര കുറവുണ്ട് കേട്ടോ. ദാരിദ്ര്യം 0.71 ഉള്ളൂ, പക്ഷെ പോഷകാഹാരക്കുറവ് 15.29. രാജ്യത്ത് ഏറ്റവും കുറവ് ശിശുമരണം റിപ്പോർട്ട് ചെയ്യുന്നത് എവിടെയാണ്? ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. 0.19% ഉള്ളൂ. 0.19%. ഏറ്റവും കൂടുതൽ ശിശുമരണം റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശാണ്. 4.97.
ഏറ്റവും കുറവ് ശിശുമരണം റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ് 0.19. ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശാണ് 4.97. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികവ് പുലർത്തുന്ന സംസ്ഥാനം കേരളം. 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 കേരളം തന്നെ. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മോശം പ്രവർത്തനം ബീഹാറോ? ബീഹാർ. ബീഹാറാണ്. ബീഹാറാണോ? അവിടെ വിദ്യാഭ്യാസം കുറവായതുകൊണ്ടാണ് ദാരിദ്ര്യവും കൂടുതൽ, പോഷകാഹാരക്കുറവും കൂടുതലും. ബീഹാറിന്റെ ശുദ്ധജല ലഭ്യത പ്രശ്നം ഏറ്റവും കൂടുതലുള്ളത് ശുദ്ധജല ലഭ്യത പ്രശ്നം മണിപ്പൂരാണ്. 60.89. ശുദ്ധജലം കേട്ടില്ല, ഒന്നുകൂടെ പറയാമോ? ശുദ്ധജല ലഭ്യത പ്രശ്നം പക്ഷെ ലഭിക്കത്തില്ലെന്ന്, ശുദ്ധജലമില്ല, പ്രശ്നമാണ്. അത് ഏറ്റവും കൂടുതലുള്ളത് മണിപ്പൂരാണ്. 60.89. ഏറ്റവും കുറവുള്ളത് ശുദ്ധജല ലഭ്യത പ്രശ്നം ഏറ്റവും കുറവുള്ളത് പഞ്ചാബാണ്. 1.93. ഓക്കെ, അപ്പൊ ശുദ്ധജല ലഭ്യത പ്രശ്നം ഏറ്റവും കൂടുതലുള്ളത് മണിപ്പൂരാണ്. 60.89. ഏറ്റവും കുറവുള്ളത് പഞ്ചാബാണ്. 1.93%. കേരളത്തിൽ ശുദ്ധജല ലഭ്യത പ്രശ്നം 5.91 ഉണ്ട് കേട്ടോ. കേരളത്തിലെ ശുദ്ധജല ലഭ്യത പ്രശ്നം 5.91 ഉണ്ട്. രാജ്യത്ത് ഏറ്റവും രൂക്ഷമായി ശുചിത്വ പ്രശ്നം നേരിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശോ? അല്ലല്ല, ജാർഖണ്ഡാണ്. 75.38%. ശുചിത്വ പ്രശ്നം ഏറ്റവും കൂടുതൽ ജാർഖണ്ഡാണ്. 75.38. ഏറ്റവും ശുചിത്വമുള്ള സംസ്ഥാനം കേരളം. സിക്കിമോ? കേരളമാണ്. കേരളം. 1.86%. ശുചിത്വമില്ലായ്മ 1.86 ഉള്ളൂ. ജാർഖണ്ഡിൽ എത്രയുണ്ട്? 75.38. ഇതൊന്നും ചോദിക്കട്ടെ, ഇന്ത്യയിൽ ദാരിദ്ര്യം ഇല്ലാത്ത ഏക ജില്ല ഏതായിരുന്നു? കേരളം. ജില്ല എറണാകുളം. ജില്ല ഓക്കെ. ജില്ല കോട്ടയം, എറണാകുളം, കണ്ണൂര്, പിന്നെ കോഴിക്കോട്. കോഴിക്കോട്, തൃശ്ശൂർ. ഇത്രയും ജില്ലകളിൽ ഏറ്റവും കുറവാണ് ദാരിദ്ര്യമില്ലാത്ത ഏക ജില്ല ഈ വർഷം ഏതാണ്? എറണാകുളം. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ജില്ല ഇന്ത്യയിൽ ശ്രാവസ്തി. ഏറ്റവും ദരിദ്രർ കൂടുതലുള്ള ഉത്തർപ്രദേശിലെ ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. 0.71%. ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ളത് ബീഹാറാണ്. അതുപോലെ അവിടെ വേറെ എന്തൊക്കെ കുറവുണ്ടായിരുന്നു? എന്താണ്? പോഷകാഹാര പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ. പിന്നെ വിദ്യാഭ്യാസത്തിന്റെ അറിയില്ലേ, സാക്ഷരത കുറവ്, ഏറ്റവും മോശം, അതും ബീഹാർ തന്നെയാണ്. പിന്നെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതായിരുന്നു? ജാർഖണ്ഡ്. മൂന്നാമത്തെ ഏതായിരുന്നു? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ള കേന്ദ്രഭരണ പ്രദേശം ദാദ്ര നാഗർ ഹവേലി. ഏറ്റവും കുറച്ച് അല്ല, ഏറ്റവും കുറച്ച് പുതുച്ചേരി. ഏറ്റവും കുറവ് പോഷകാഹാര പ്രശ്നങ്ങളുള്ള സംസ്ഥാനം കേരളം അല്ലേ? കേരളം. സിക്കിമാണോ? സിക്കിമാണ്. കേരളത്തിലുണ്ട് 15.29% കേരളത്തിൽ പോഷകാഹാര പ്രശ്നമുണ്ട്. ഏറ്റവും കൂടുതൽ ശിശുമരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഉത്തർപ്രദേശ്. 4.97 ആണ്. ഏറ്റവും കുറവ് ഏതാണ്? കേരളം. ശുദ്ധജല ലഭ്യതാ പ്രശ്നം ഏറ്റവും കൂടുതലുള്ളത് മണിപ്പൂര്. കുറവാണോ? അല്ല, കൂടുതലുള്ളത് മണിപ്പൂർ. ശുദ്ധജലം ഇല്ല. കൂടുതൽ മണിപ്പൂര്, കുറവ് പഞ്ചാബ്. കുറവ് പഞ്ചാബ്. അതെ, പ്രശ്നം എന്നുള്ള വാക്കും കൂടി ശ്രദ്ധിക്കണം കേട്ടോ.
ശുദ്ധജല ഓക്കെ ഓക്കെ. ലഭ്യത പ്രശ്നം ഏറ്റവും കൂടുതൽ മണിപ്പൂര്. ആ ശുദ്ധജല ലഭ്യത പ്രശ്നം കുറവ് അത് പഞ്ചാബ്. ഓക്കെ ഓക്കെ. കേരളത്തിൽ എത്ര ശതമാനമുണ്ട്? 5.11% ശുദ്ധജല പ്രശ്നമുണ്ട്. ശുദ്ധജല ലഭ്യത പ്രശ്നമുണ്ട്. ഓക്കെ, കേരളത്തിൽ. ഓക്കെ, രാജ്യത്തെ ഏറ്റവും രൂക്ഷമായി ശുചിത്വ പ്രശ്നം നേരിടുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ജാർഖണ്ഡ്. ജാർഖണ്ഡാണ്. ഏറ്റവും ശുചിത്വമുള്ള സംസ്ഥാനം കേരളം. 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 കേരളം.